മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതിവിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതുവരെ ലാസ്റ്റിൽ എഴുതിയത് ഏതുവരെ എന്നറിയാമോ? പഞ്ചാംഗ വിഷയത്തില് ചൊവ്വയും ശനിയും ഒരുമിച്ച് നിന്നാൽ ദുഃഖത്തിന്റെയും കള്ളത്തരത്തിന്റെയും ലക്ഷണവും ഉണ്ടാവും. അവിടം വരെ എഴുതി നിർത്തി നമ്മള് ദിഗ്രഹയോഗം. അത് കഴിഞ്ഞ് തിഥി നക്ഷത്ര രാശി സന്ധി എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. തിഥി നക്ഷത്ര രാശി സന്ധി അന്ന് എഴുതി കഴിഞ്ഞിട്ട് അത് അടുത്ത ക്ലാസ്സിൽ തിഥി നക്ഷത്ര രാശി സന്ധി എന്ന് എഴുതി നിർത്തി. അതായത് നമ്മൾ ഈ മുഹൂർത്തവും ഇത് തന്നെയാണ്. മുഹൂർത്തവും ഇനി പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. മുഹൂർത്തത്തിന് ഇത് തന്നെയാണ്. പഞ്ചാംഗ വിഷയം ഇത് തന്നെയാണ്. ഒരാള് വിളിക്കുന്ന സമയം അല്ലെങ്കിൽ പ്രശ്നം വയ്ക്കുന്ന സമയം, തിഥി തുടങ്ങുക അല്ലെങ്കിൽ തിഥി തീരുക, നക്ഷത്രം തുടങ്ങുക നക്ഷത്രം തീരുക, രാശി തുടങ്ങുക രാശി തീരുക, ഇത്രയും നോക്കിയാൽ മതി. വേറെ ഒന്നും നോക്കണ്ട. വേറെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും വളരെ ആക്യുറസി ഇല്ല. തിഥിയുടെ തുടക്കത്തിലുള്ള 2 നാഴികയാണ് പറയുന്നത്. അതിൽ 1 നാഴിക വളരെ അത്യാവശ്യം. ആദ്യത്തെ 1 നാഴിക, തിഥി തുടങ്ങി 1 നാഴിക വരെ, അതായത് 24 മിനിറ്റ് വരെ. തിഥിയുടെ അവസാനിക്കുന്ന 1 നാഴിക, അതുപോലെ നക്ഷത്രം തുടങ്ങുന്ന 1 നാഴിക, നക്ഷത്രം അവസാനിക്കുന്ന 1 നാഴിക. രാശിയാണെങ്കിലോ അങ്ങനെ എടുക്കാൻ പറ്റുമോ? രാശി ആ കൂടി എത്ര നാഴികയേ ഉള്ളൂ? 2 മണിക്കൂറല്ലേ ഉള്ളൂ. രാശിയാണെങ്കിൽ 5 വിനാഴി 10 വിനാഴി മതി. 4 മിനിറ്റ് എടുത്തോണ്ട്. അത് രാശിയുടെ തുടക്കത്തിൽ 4 മിനിറ്റ്, അവസാനം 4 മിനിറ്റ്. ഇത്രയും നല്ലതല്ല. അപ്പോൾ നമ്മളൊരു മുഹൂർത്തം എടുക്കുമ്പോഴും നക്ഷത്രത്തിന്റെ എൻഡ് അല്ലെങ്കിൽ നക്ഷത്രം തുടങ്ങുന്ന സമയത്തൊന്നും കയറി മുഹൂർത്തം എടുക്കരുത്. അതറിയണം. തിഥി നക്ഷത്ര രാശി സന്ധി ഇതൊന്നും നല്ലതല്ല. ഇതൊക്കെ ദോഷമാണ്. ഇതൊക്കെ ദോഷ സമയമാണ്. ദോഷ സമയത്തിൽ വരുന്നതാണ്. തിഥി തുടങ്ങി 1 നാഴിക അല്ലെങ്കിൽ അവസാനിച്ച് 1 നാഴിക, അവസാനം 1 നാഴിക കിടക്കുന്ന സമയത്ത്, അതുപോലെ നക്ഷത്രം തുടങ്ങുന്ന സമയം അവസാനിക്കുന്ന സമയം 1 നാഴിക. രാശിയാണെങ്കിൽ 4 മിനിറ്റ്, തുടക്കത്തിലെ 4 മിനിറ്റ്, അവസാനത്തെ 4 മിനിറ്റ്. ഒരു കർമ്മത്തിനും നല്ലതല്ല, ഒരു മുഹൂർത്തത്തിനും നല്ലതല്ല. ആ സമയത്ത് ഒരു പ്രശ്നം വയ്ക്കാനും നല്ലതല്ല. ആ സമയത്താണ് ആരെങ്കിലും പ്രശ്നം വയ്ക്കുന്നുവെങ്കിൽ, വച്ചതിന് ശേഷം പിന്നെ കുഴപ്പമില്ല. പിന്നെ തിഥി നക്ഷത്രമൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതൊക്കെ വേറെ വിഷയം. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഒരു എക്സാമ്പിൾ ഇട്ട് തരണോ? മനസ്സിലായി. ഒരു എക്സാമ്പിൾ ഇട്ട് തരാം. ഇത്രയും എഴുതിക്കൊള്ളും. തിഥി നക്ഷത്ര രാശി സന്ധി. സൈഡ് ഹെഡിങ്: തിഥി നക്ഷത്ര രാശി സന്ധി. തിഥി നക്ഷത്രം എന്നിവ തുടക്കം 1 നാഴികയും അവസാനം 1 നാഴികയും, തുടക്കം 1 നാഴികയും അവസാനം 1 നാഴികയും പ്രശ്നത്തിന് ശുഭമല്ല.
ലഗ്നമാണെങ്കിൽ തുടക്കവും അവസാനവും 4 മിനിറ്റ് വീതം ദോഷമാണ്. ലഗ്നമാണെങ്കിൽ തുടക്കം 4 മിനിറ്റും അവസാനം 4 മിനിറ്റും ദോഷമാണ്. ഒരു ഡേറ്റ് എഴുതിക്കൊള്ളു. 8/3/2024. 8/3/2024. പഞ്ചാംഗം എല്ലാവരെയും കയ്യിലുണ്ടോ? ഉണ്ട് സാറേ. ഉള്ളവര് വലിയ പഞ്ചാംഗമാണെങ്കിൽ കുംഭം രാശിയുടെ പേജ് എടുക്കണം. 54-ാമത്തെ പേജ്. കുംഭം രാശിയുടെ പേജ്. കുംഭം രാശിയുടെ നക്ഷത്രവും തിരിയൊക്കെ എഴുതുന്ന പേജ് ഉണ്ടല്ലോ, കുംഭം രാശിയുടെ 54-ാമത്തെ പേജ്. വലിയ പഞ്ചാംഗം. നമ്മള് ഭാരതീയ ജ്യോതിഷ വിചാര സംഘത്തിന്റെ ആണോ? അല്ലല്ലോ. അതല്ല. അതിലെങ്കിലും കൺസേൺഡ് പേജ് എടുത്തോണ്ട്, അതിലും കറക്റ്റ് പേജ് ഉണ്ട്, പേജ് എടുത്തോണ്ടാ മതി. എല്ലാത്തിലും ഒരുപോലെ തന്നെ ഇരിക്കും. 8/3/2024. അന്ന് നക്ഷത്രം തിരുവോണം നക്ഷത്രം. 10:42 AM നക്ഷത്രം തീരും. 10:42 AM നക്ഷത്രം തീരും. അപ്പോഴേ 10:42 AM അവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ? എല്ലാവരും കണ്ടോ? 8 മാർച്ച് 8 ഞാൻ വായിക്കട്ടോ? മാർച്ച് 8 ലൈൻ വായിക്കട്ടോ? മാർച്ച് 8 ഇതിൽ കൊടുത്തിരിക്കണ 10:38 സാറേ. 10:38. ഏത് നമ്മുടെ ഭാരതീയ ജ്യോതിഷ വിചാര സംഘത്തിന്റെ 10:42 കിടപ്പുണ്ട്. ഈ പഞ്ചാംഗത്തിൽ 10:42 കിടക്കും. എന്താ കിട 10:38 42 എന്തോ ആയിക്കൊണ്ട് പോട്ട്. അതിപ്പോ നമുക്കൊരു വിഷയമല്ല. 10:42 വരെ തിരുവോണം നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10:42 മുന്നിൽ ഒരു നാഴിക. അപ്പോഴേത് വരും? 10:42 മുന്നിൽ ഒരു നാഴിക മുതൽ. അപ്പോൾ എത്ര മിനിറ്റ് കുറയ്ക്കണം? 30 എഴുതിക്കൊള്ളു. 10:42 നക്ഷത്രം അവസാനിക്കും. എഴുതിക്കൊള്ളു. 10:42 നക്ഷത്രം തലേ ദിവസമേ തുടങ്ങും. നക്ഷത്രം തലേ ദിവസമേ തുടങ്ങും. നമുക്ക് ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞുതരാം. എല്ലാം കംപ്ലീറ്റ് എഴുതുമ്പോൾ മനസ്സിലാവും. കംപ്ലീറ്റ് എഴുതുമ്പോഴേ മനസ്സിലാവുള്ളൂ. തിരുവോണം നക്ഷത്രം 10:42 AM അവസാനിക്കും. അപ്പോൾ നമുക്ക് അവസാനിക്കുന്ന സമയത്തുള്ള ഒരു നാഴികയെ കളയണം. ശരിയല്ലേ? ഒരു നാഴികയാകുമ്പോൾ എത്ര മിനിറ്റ്? 30 മിനിറ്റ്. ഒരു നാഴിക 24 മിനിറ്റ്. അപ്പോൾ 10:38 10:42 24 കുറച്ച് നോക്കണം. അപ്പൊ 10:18. 10:42 മൈനസ് 42 താഴെ 24 എന്ന് എഴുതി കുറയ്ക്കണം. 42 നേരെ താഴെ 24. 10:18. 10:18 മുതൽ മുഹൂർത്തം എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ 10:18 മുതൽ നക്ഷത്ര സന്ധി എഴുതിക്കണം. 10:18 മുതൽ നക്ഷത്ര സന്ധി. 10:18 മുതൽ നക്ഷത്ര സന്ധി. ഇത് ദോഷ സമയമാണ്. ഇനി 10:42 ഏത് നക്ഷത്രം തീരും? തിരുവോണം. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന നക്ഷത്രം ഏത്?
തിരുവോണാവിട്ടം. അവിട്ടം. അവിട്ടത്തിന്റെ ആദ്യത്തെ ഒരു നാഴികയും കളയണം. അപ്പോൾ ഏത് മുതൽ ഏത് വരെ കളയണം? 10:42 തിരുവോണം കഴിഞ്ഞ് മുതൽ വരും. വീണ്ടും 24 മിനിറ്റ് കളയണം. മിനിറ്റ്. തിരുവോണം കഴിഞ്ഞ് വരുന്നത് അവിട്ടം. എഴുതിക്കൊള്ളണം. തിരുവോണം കഴിഞ്ഞ് വരുന്നത് അവിട്ടം. തിരുവോണം കഴിഞ്ഞ് വരുന്നത് അവിട്ടം. അവിട്ടത്തിന്റെ ആദ്യത്തെ ഒരു നാഴികയും കളയണം. അവിട്ടത്തിന്റെ ആദ്യത്തെ ഒരു നാഴികയും കളയണം. അപ്പോഴാ ആദ്യത്തെ ഒരു നാഴികയാകുമ്പോ എത്ര? 10:42 കൂടി എത്ര കൂട്ടണം? 24. 10:42 കൂടെ 24 മിനിറ്റ് കൂടി കൂട്ടണം. കൂട്ടി എഴുതി നോക്കണം. എത്ര വരും നോക്കണം. 11:06. 11:06. 10:42 42 തൊട്ട് താഴെ 24 കൂട്ടുമ്പോൾ 4 2 6. 4 2 6 0. 10 1 11. 11:06. 11:06 വരെ അവിട്ട നക്ഷത്രത്തിന്റെ ഒരു നാഴിക, ആദ്യത്തെ ഒരു നാഴിക എഴുതിക്കൊള്ളണം. 11:06 വരെ അവിട്ടത്തിന്റെ ആദ്യത്തെ ഒരു നാഴിക. അവിട്ടത്തിന്റെ ഒരു നാഴിക, ആദ്യത്തെ ഒരു നാഴിക. ഇതും ശുഭമല്ല. അപ്പോൾ ഏത് മുതൽ ഏത് വരെയാണ് നമുക്ക് ദോഷമുള്ളത് നോക്കണം. 10:24 മുതൽ 11:06 വരെ ഇല്ലേ? ശരിയല്ലേ? 10:24 മുതൽ 11. 10:24 മുതൽ 10:18 മുതൽ 11:06 വരെ നക്ഷത്ര സന്ധി സമയം എഴുതിക്കൊള്ളണം. 10:18 മുതൽ 11:06 വരെ നക്ഷത്ര സന്ധി സമയം. നക്ഷത്ര സന്ധി സമയം. ഇത് ദോഷമാണ്. ഇത് ദോഷമാണ്. ഇനി ഇതുപോലെ തിഥി സന്ധിയും കണ്ടുപിടിക്കണം. തിഥി സന്ധി കണ്ടുപിടിക്കാമല്ലോ. തിഥിക്ക് ഇതുവരെ സമയം കൊടുത്തേക്കും കണ്ടുപിടിച്ചൂടെ? തിഥി സന്ധി സൈഡ് കെട്ടി കിട്ടണം. തിഥി സന്ധി. കണ്ടുപിടിക്കാം സാർ. തിഥി സന്ധി. തിഥിസന്ധി. ഫെബ്രുവരി 16 എടുക്കണം. അതേ പേജിൽ ഫെബ്രുവരി 16. ഫെബ്രുവരി 16. ഫെബ്രുവരി 16. അന്ന് എന്തോന്ന് നക്ഷത്രം? ഭരണി. തിരി എന്തോന്ന്? തിരി എന്തോന്ന്? സപ്തമി. 5:36 നാഴിക. 8:58 തീരും. കണ്ടില്ലേ? കണ്ടോ? കണ്ടു സാർ. 8:58 തിരി തീരുന്നത് 8:50. അപ്പോൾ നമ്മളൊരു മുഹൂർത്തം എടുത്തുകൊണ്ട് വരുമ്പോൾ ഈ 8:58, 8:50, 8:45 ഒരു മുഹൂർത്തം എടുത്തു കഴിഞ്ഞാൽ തിരി സന്ധി എന്നർത്ഥം. അല്ലെങ്കിൽ 8:48 8:50 8:48 ആകുമ്പോൾ 8:58 എഴുതിക്കൊള്ളണം. 16/3/2024. 16/2/2024.
16/2/2024 ശുക്ലപക്ഷ സപ്തമി 8:58 AM അവസാനിക്കും. 8:58 AM അവസാനിക്കും. അതിന് മുൻപ് ഒരു നാഴികയും പിൻപ് ഒരു നാഴികയും കളയണം. ദോഷമാണ്. അതിൻ്റെ മുന്നിൽ ഒരു നാഴികയും പിന്നിൽ ഒരു നാഴികയും ദോഷ സമയമാണ്. എൻ്റെ പിന്നിൽ ഒരു നാഴികയും മുന്നിൽ ഒരു നാഴികയും ദോഷ സമയമാണ്. അത് കണ്ടുപിടിച്ച് നോക്കണം. 8:58 24 കുറച്ച് നോക്കണം. 8:58 ഒരു നാഴിക കുറയ്ക്കുക, 24 മിനിറ്റ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 8:58 - 24 8:34. ഇനി 8:58 കൂടി 18 24 കൂട്ടി നോക്കണം. 9:22. 9. അപ്പോൾ ഏത് മുതൽ ഏത് വരെ ദോഷ സമയം? 8:34 മുതൽ 8:34 മുതൽ 9:22 വരെ. 9:22 വരെ. 8:34 മുതൽ 9:22 വരെ തിഥി സന്ധി. ഇനി ലഗ്നത്തിന്റെ സന്ധി എഴുതിക്കൊള്ളണം. ഇതൊക്കെ മുഹൂർത്തത്തിൽ ഇനി പറഞ്ഞു തരൂല. ലഗ്നസന്ധി ഇതേ ദിവസം തന്നെ നോക്കണം. ഈ 16/2/2024 16/2/2024 കുംഭം 3 കുംഭമാസം 3-ാം തീയതി. കുംഭമാസം 3-ാം തീയതി. കുംഭം 3-ന്റെ സൂര്യ ഉദയം നോക്കണം. കുംഭം 3-ന്റെ സൂര്യ ഉദയം എൻ്റെ പേജ് വലിയ പഞ്ചാംഗത്തിലാണെങ്കിൽ പേജ് 29. കുംഭം 3 6:44. കുംഭം 3 ഉദയം 6:44 എഴുതിക്കൊള്ളണം. ഉദയം 6:44. ഇനി ഉദയാൽപരം എത്ര? 3-ാം തീയതിയില് മലയാളം 3-ാം തീയതി ഉദയാൽപരം. എൻ്റെ മറുസൈഡ് നോക്കണം. ഈ പേജിന്റെ തൊട്ടടുത്ത പേജ്, അതിന്റെ അടുത്ത പേജ് 4:09. 4:09. 4:09 എന്ന് പറയുന്നത് നാഴികയല്ലേ? അതെ. 4 നാഴികയാകുമ്പോ എത്ര മിനിറ്റ്? 96 മിനിറ്റ്. 9 ആകുമ്പോൾ 4 മിനിറ്റ്. 9 വിനാഴികയ്ക്ക് 4 മിനിറ്റ്. 96 4 100 മിനിറ്റ് ആയി.
100 മിനിറ്റ് 96, അതായത് ഒരു നാഴിക 24 മിനിറ്റ്, ഒരു നാഴിക 24 മിനിറ്റ്, 4 നാഴിക ആകുമ്പോൾ 96 മിനിറ്റ്. ഇനി വിനാഴിക 2.5 വിനാഴികയാണ് 1 മിനിറ്റ്, 5 വിനാഴിക 2 മിനിറ്റ്, 7.5 വിനാഴിക 3 മിനിറ്റ്, 10 വിനാഴിക ആകുമ്പോൾ 4 മിനിറ്റ്, 10 കണക്കാക്കിക്കൊണ്ടാൽ മതി. അപ്പൊ 96 4 100, 100 മിനിറ്റ് ആകുമ്പോൾ എത്ര? 1 മണിക്കൂറും 40 മിനിറ്റും. ശരി തന്നെ? ശരിയാണ്. ശരി. ഈ 6:44 കൂടെ 1:40 കൂടെ കൂട്ടി നോക്കണം. 6:44 + 1:40. 10:24. 10:24 8:24. അല്ല, 8:24. സോറി, 8:24. അപ്പോൾ ഈ 8:24 വരെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് 8:24 വരെ എന്താണ് ഉദ്ദേശിക്കുന്നത്? കുംഭം രാശി. കുംഭം രാശി ലഗ്നം, അതായത് എഴുതിക്കൊണ്ടും 8:24 വരെ ലഗ്നം കുംഭം രാശി. 8:24 വരെ ലഗ്നം കുംഭം രാശി. എട്ട് 24 വരെ കുംഭം രാശി. അപ്പോൾ ഈ കുംഭം രാശിയുടെ മുന്നിൽ 4 മിനിറ്റും പിന്നിൽ 4 മിനിറ്റും സമയത്താണ് ഒരു പ്രശ്നം വയ്ക്കുക ഒരാൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വിളിക്കുകയാണെങ്കിൽ അത് ദോഷ സമയമെന്നർത്ഥം. ഇതാണ് ഓർത്തേണ്ടത്. 8:20 മുതൽ 8:28 വരെ ഉള്ള സമയത്താണ് പ്രശ്നം നടക്കുന്നു എങ്കിൽ അത് ദോഷ സമയമാകുന്നു. എഴുതിക്കൊള്ളണം. 8:20 മുതൽ 8:28 വരെ. 8:24 കുംഭം രാശി. അതിന്റെ മുന്നിൽ 4 മിനിറ്റ് കുറയ്ക്കണം, പിന്നിൽ 4 മിനിറ്റ് കുറയ്ക്കണം. അപ്പോൾ 8:24 മുതൽ 8:28 വരെയുള്ള സമയം ദോഷ സമയമാണ്. മനസ്സിലായോ? ഇതാണ് ലഗ്നസന്ധി എന്ന് പറയുന്നത്. ലഗ്നസന്ധിയിലും ഒരു പ്രശ്നം വയ്ക്കുക അല്ലെങ്കിൽ വിളിക്കുന്ന സമയം വളരെ ദോഷമാണ്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത്, അപ്പോൾ ആ സന്ധി മനസ്സിലാക്കാനാണ് ഇത്തിരി എക്സാമ്പിൾ ഇട്ട് പറഞ്ഞു തന്നത്. അത് പഞ്ചാംഗത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുൻപ് 24 മിനിറ്റും പിന്നിൽ 24 മിനിറ്റും അല്ലെങ്കിൽ 4 മിനിറ്റ് സമയം, എത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി അടുത്ത് ഗ്രഹണം. ഗ്രഹണം കേട്ടും ഗ്രഹണം. എത്ര ഗ്രഹണങ്ങളുണ്ട്? നമ്മൾ സാധാരണ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും. ഗ്രഹണം, സൂര്യഗ്രഹണം കഴിഞ്ഞിട്ട് 4 ദിവസവും ചന്ദ്രഗ്രഹണം കഴിഞ്ഞ് 3 ദിവസവും അശുഭമാവുന്നു. ഗ്രഹണത്തിന് മുൻപ് അശുഭം എന്നുള്ള കാര്യം ഒരിടത്തും പറയുന്നില്ല. ഗ്രഹണത്തിന് മുന്നിലുള്ള കാര്യം പറയുന്നില്ല. ഗ്രഹണം കഴിഞ്ഞ്, ചന്ദ്രഗ്രഹണം കഴിഞ്ഞ് 3 ദിവസവും സൂര്യഗ്രഹണം കഴിഞ്ഞ് 4 ദിവസവും അശുഭമാകുന്നു. ഈ സമയത്താണ് വിളിക്കുന്നു എന്നുണ്ടെങ്കിൽ നല്ലതല്ല. ഇത് പഞ്ചാംഗത്തിൽ നോക്കിയൊക്കെ എടുക്കാൻ ഇത് വരണമെന്ന് വെച്ചാൽ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും. സൂര്യഗ്രഹണം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്? പറഞ്ഞു നോക്കണം ആരെങ്കിലും. സൂര്യഗ്രഹണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ജ്യോതിഷം അറിയാന്നുള്ള ഒരാളിന് വരുന്നില്ല. കാര്യം എന്താണ്? സൂര്യോദയം ഉണ്ടായിട്ടാണോ? ഇല്ല. സൂര്യ പിതൃസ്ഥാനമായതുകൊണ്ട് ഇല്ല. ആർക്കെങ്കിലും ക്ലിക്കാവണോ നോക്കട്ടെ.
സൂര്യഗ്രഹണം വരുന്നത് അമാവാസിക്കാണ്. അമാവാസി നമ്മളൊന്നിനും എടുക്കൂലല്ലോ. ചന്ദ്രഗ്രഹണം വരുന്നത് പൗർണമിക്കാണ്. പൗർണമി എല്ലാ പേരും വളരെ ആകാംക്ഷയോടുകൂടി കാണുന്ന ഒരു ദിവസമാണ്. പൗർണമിക്ക് ദേവീക്ഷേത്രങ്ങളിലൊക്കെ പൂജ നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കും പൗർണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പൗർണമി കൊണ്ട് വല്ല വിവാഹത്തിനേറ്റ മുഹൂർത്തം കുറിച്ച് കൊടുത്തിട്ട് അത് ചന്ദ്രഗ്രഹണത്തിന്റെ ദിവസമാണെങ്കിൽ പിന്നെ ആകെ കുഴപ്പമാവും. അതാണ് പറഞ്ഞപ്പോൾ അമാവാസി ചന്ദ്രഗ്രഹണം വരുന്നത് പൗർണമിക്ക്, സൂര്യഗ്രഹണം വരുന്നത് അമാവാസിക്കാണ്. അമാവാസി അല്ലെങ്കിൽ തന്നെ നമ്മൾ എടുക്കൂല. അമാവാസിക്കും മുന്നിലും പിന്നിലും നാല് ദിവസം വർജിക്കണമെന്ന് പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടോ? പക്ഷഫലമില്ല. പക്ഷഫലമില്ല, ചന്ദ്രന് പക്ഷഫലമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയുണ്ടോ? അമാവാസിക്ക് മുന്നിൽ 4 ദിവസം പിന്നിൽ 4 ദിവസം കളയണമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതുകൊണ്ട് വലിയൊരു കുഴപ്പം വരുന്നില്ല, അവിടെ വലുതായിട്ട് വരുന്നില്ല. കാരണം പിന്നെ ചിലപ്പോൾ ആരെങ്കിലും എടുത്ത് കൊടുക്കണമെങ്കിൽ കുഴപ്പം വരും എന്നുള്ളതേ ഉള്ളൂ. വലിയ ദോഷം വരുന്നില്ല, നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ചന്ദ്രഗ്രഹണം വരുന്നത് പൗർണമിക്കാണ്. പൗർണമി നമ്മൾ എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളിലൊക്കെ പൂജ, മാസത്തോൾക്ക് പൂജ നടക്കണയൊക്കെ പൗർണമിക്കായിരിക്കും. നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി രാവിലെ കുളിച്ച് വ്രതശുദ്ധിയോടുകൂടി ക്ഷേത്രത്തിൽ പോകുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ പോകുന്ന ദിവസമാണ്. അന്ന് മുഹൂർത്തമൊക്കെ എടുക്കും. അന്ന് ചിലപ്പോൾ ഒരു ജ്യോത്സ്യരെ കൂടി കണ്ടിട്ട് വരാമെന്ന് പറയും. അന്ന് ചന്ദ്രഗ്രഹണമാണെങ്കിൽ കുഴപ്പമായി. അപ്പോൾ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എല്ലാത്തിനും വർജിക്കണം. ചന്ദ്രഗ്രഹണത്തിന് ശേഷം 3 ദിവസവും സൂര്യഗ്രഹണത്തിന് ശേഷം 4 ദിവസവും പ്രശ്നത്തിന് നല്ലതല്ല. എഴുതിക്കൊള്ളണം. സൂര്യഗ്രഹണത്തിന് ശേഷം 4 ദിവസവും ചന്ദ്രഗ്രഹണത്തിന് ശേഷം 3 ദിവസവും പ്രശ്നത്തിന് നല്ലതല്ല. സൂര്യഗ്രഹണത്തിന് ശേഷം 4 ദിവസവും ചന്ദ്രഗ്രഹണത്തിന് ശേഷം 3 ദിവസവും പ്രശ്നത്തിന് നല്ലതല്ല. ഗ്രഹണത്തിന് മുൻപുള്ള സമയം വർജിക്കണമോ എന്നുള്ളത് ഗ്രന്ഥങ്ങളിൽ പറയുന്നില്ല. ഗ്രഹണത്തിന് മുൻപുള്ള ദിവസം വർജിക്കണമോ എന്നുള്ളത് ഗ്രന്ഥങ്ങളിൽ പറയുന്നില്ല. അടുത്ത ലൈനിൽ ചന്ദ്രഗ്രഹണം വരുന്നത് പൗർണമിക്കാണ്. ചന്ദ്രഗ്രഹണം വരുന്നത് പൗർണമിക്കാണ്. പൗർണമി എല്ലാ കാര്യത്തിനും എടുക്കാറുള്ളതാണ് പതിവ്. പൗർണമി എല്ലാ കാര്യങ്ങൾക്കും എടുക്കാറുള്ളതാണ് പതിവ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.
എന്നാൽ സൂര്യഗ്രഹണം അമാവാസിയായതുകൊണ്ട് അതാരും എടുക്കാറില്ല. അടുത്ത ലൈനില് ലാടം വൈദ്യുതം മുഴുവനും കളയണം, മുഴുവനും ദോഷമാണ്. ലാട വൈദ്യുതം മുഴുവനും ദോഷമാണ്. ലാടം വൈദ്യുതം മുഴുവനും ദോഷമാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? പഞ്ചാംഗത്തിലുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ എടുത്ത പഞ്ചാംഗത്തിന്റെ ടോപ്പില് നടുക്ക് നോക്കണം. ടോപ്പില് രണ്ട് സൈഡ് രണ്ട് കോളം കിടക്കുകയില്ലേ? ഗ്രഹനിലയും രാശി ധ്രുവങ്ങളും കണ്ടോ? എല്ലാവരും കണ്ടോന്ന്? കണ്ടു സാർ. അതിന്റെ നടുക്ക് എഴുതിക്കണുണ്ടോ? അത് വലിയ പഞ്ചാംഗമല്ല. ഏത് പഞ്ചാംഗം ആവട്ടെ, നമുക്ക് കാര്യം കിട്ടിയാൽ മതി. അതിന്റെ നടുക്ക് എഴുതിക്കണ കണ്ട? മകരം 30 ചൊവ്വാഴ്ച പകൽ 3:46 ഉദയാൽപരം 22:32 വിനാഴികയ്ക്ക് രേവതി നക്ഷത്രം 1-ാം പാദം മീനക്കൂറിൽ കുംഭരവി സംക്രമം. അത് കഴിഞ്ഞിട്ട് എഴുതിക്കണം, നോക്കണം. 1 അശ്വതി വൈദ്യുതം കണ്ടോ? 1 അശ്വതി വൈദ്യുതം കണ്ടല്ലോ. 15 ചിത്തിര ലാടം, 27 ഉത്രട്ടാതി വൈദ്യുതം. അപ്പോൾ 1 അശ്വതി വൈദ്യുതം എന്ന് പറഞ്ഞാൽ 1-ാം തീയതി അശ്വതി നക്ഷത്രം എപ്പോഴും തുടങ്ങും? അവിടെ നോക്കണം. 1-ാം തീയതി എത്ര? ഗുഡ്. 10:46 ശേഷം. വെരി കറക്റ്റ്, കാര്യം പിടി കിട്ടി. 1-ാം തീയതി രേവതി നക്ഷത്രം 10:45 വരെ. ശരി തന്നെ? ശരിയാണ്. 1-ാം തീയതി രേവതി ഇട്ടിട്ടുണ്ട് 10:45 വരെ. ഈ 10:45 വരെ രേവതി, അത് കഴിഞ്ഞിട്ട് അശ്വതി തുടങ്ങുള്ളൂ. അപ്പോൾ അന്ന് അശ്വതി പൂർണ്ണമായിട്ടും വർജിക്കണം, ഒന്നിനും നല്ലതല്ല. ആ സമയം വൈദ്യുത സമയമാണ്, വൈദ്യുതം. അതുപോലെ 15 ചിത്രലാടം, 15 നോക്കണം. 15 അത്തം. എത്ര മണി വരെ അത്തം? 15 മലയാളം 15. 7:35 വരെ അത്തം. അത് കഴിഞ്ഞ് ചിത്തിര. 7:35 ശേഷം ചിത്തിര വരുന്ന സമയം അത്രയും വർജിക്കണം, ഒന്നിനും എടുക്കരുത്, ഒന്നിനും നല്ലതല്ല. ലാട വൈദ്യുത ഏകാർഗളം എന്നൊക്കെ പറയും. ആ ദിവസവും പ്രശ്നത്തിനും നല്ലതല്ല, മുഹൂർത്തത്തിനും നല്ലതല്ല. ലാട വൈദ്യുതങ്ങൾ പ്രശ്നത്തിനും മുഹൂർത്തത്തിനും നല്ലതല്ല. എഴുതിയോ? എഴുതി. ഈ വിഷയം പഞ്ചാംഗത്തിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചാംഗം നോക്കി മനസ്സിലാക്കണം. ഈ വിഷയം പഞ്ചാംഗം നോക്കി മനസ്സിലാക്കണം. ഈ ഏകാർഗളം എന്ന് പറയുന്നത് എന്താ സാറേ? അത് ഏകാർഗളം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സാധനം തന്നെ, പഞ്ചാംഗം നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അത് പറഞ്ഞുതരാം. പഞ്ചാംഗം 2 പഞ്ചാംഗം ഇരിക്കുന്നത് 2 പഞ്ചാംഗവും തെറ്റാണ്. അതില് വിശ്വസനീയമായത് വലിയ പഞ്ചാംഗം, കുന്നംകുളം പഞ്ചാംഗം പുസ്തകശാലയുടെ ബുക്ക്. അതാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പഞ്ചാംഗം. നമ്മളെല്ലാവരും ഉപയോഗിച്ച് പോകുന്നത് അതാണ്. ഇല്ലെങ്കിൽ മൊബൈലിൽ കൊടുത്ത് നോക്കണം. അതാണ് പെർഫെക്റ്റ് പഞ്ചാംഗം. ചെറിയ വ്യത്യാസങ്ങൾ ചിലതിൽ വരുന്നത് സോഫ്റ്റ്വെയറിൽ വ്യത്യാസങ്ങൾ വരും. ഈ പഞ്ചാംഗം ഗണിക്കുന്നതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്.
ഓരോരുത്തർ പഞ്ചാംഗം സാർ ഇപ്പൊ ഗണിക്കുന്നതൊന്നും എന്നോട് കറക്റ്റ് അല്ല. ഓരോരുത്തരെ വിട്ട് ഓരോന്ന് ചെയ്യിക്കുന്നതാണ്. ഒന്ന് നമ്മുടെ ഭാരതീയ ജ്യോതിഷ വിചാര സംഘത്തിന്റെ ഉണ്ട്, പിന്നെ യോഗക്ഷേമ പഞ്ചാംഗം ഉണ്ട്. അതില് സാറി വായിച്ച മകരമാസം 30 ചൊവ്വാഴ്ച ഉദയാൽപരം 22 നാഴിക 32 വിനാഴിക, രേവതി 1-ാം പാദം മീനക്കോഴി കുംഭ രവി സംക്രമം, 15-ന് അശ്വതി വൈദ്യുതം, 15-ന് ചിത്തിര ലാടം, 27-ന് ഉത്രട്ടാതി വൈദ്യുതം. അത് യോഗക്ഷേമ പഞ്ചാംഗത്തിൽ വരുമ്പോ യോഗക്ഷേമ പഞ്ചാംഗത്തിൽ വരുമ്പോ ഇവിടെയും അങ്ങനെ തന്നെ പറയുന്നത്. ഇതിലും അങ്ങനെ ഇതേ കണക്ക് തന്നെ പറയുന്നത്. വലിയ പഞ്ചാംഗത്തിൽ പറയുന്നതും ഇതേ കണക്ക് തന്നെയാണ്. അത് 1-ന് അശ്വതി വൈദ്യുതം എന്നല്ലേ സാർ പറഞ്ഞു? 1-ന് ഇത് 15-ന് അശ്വതി വൈദ്യുതം. അതിലെന്താ കഴിക്കണേ? ഇതില് 15-ന് അശ്വതി വൈദ്യുതം. അത് യോഗക്ഷേമ പഞ്ചാംഗത്തിൽ വന്നേക്കുന്നത് 2-ന് അശ്വതി വൈദ്യുതം, 16-ന് ചിത്രയിൽ ലാടം, ഉത്രട്ടാതി. രണ്ടിനെന്ന് എഴുതാൻ കാര്യം 2-ാം തീയതി 1-ാം തീയതി വന്നിട്ട് നക്ഷത്രം രേവതിയാണ്. സൂര്യ ഉദിക്കുമ്പോൾ രേവതിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അതിലെ ലോജിക്കുണ്ട്. അതൊക്കെ വരും. അത് അശ്വതി നക്ഷത്രം വരുന്ന സമയത്തിനെ കളയുക, അത്ര തന്നെ. അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അശ്വതി നക്ഷത്രം 15-നെന്ന് പറഞ്ഞത് 15 നോക്കണം. 15-ൽ നക്ഷത്രം എന്താ നെട്ടിക്കുന്നത് നോക്കണം. നെട്ടിലുണ്ട് അല്ലേ? അശ്വതി അല്ലേ, അത് അത്തമാണ്. അത് അശ്വതി എന്നുള്ളത് അത്തത്തിന് അശ്വതി എന്ന് എഴുതിപ്പോയതാണ്. പറഞ്ഞ മനസ്സിലായി. എന്ന് കണ്ടതും അശ്വതി എന്ന് എഴുതി. അശ്വതി അത്തമാണ്. അത്തമാണത്. അതിങ്ങനെ നോക്കിയിട്ട് എഴുതുന്ന എന്ന് കിടക്കുന്നതിനെ വെച്ചിട്ട് എഴുതി പിടിപ്പിച്ചതാണ് അത്തം. അത്തം കഴിഞ്ഞ് ചിത്തിര വരണം. അങ്ങനെ വന്നതായിരിക്കാൻ ചാൻസ്. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇങ്ങനെ ഇതെല്ലാം കളയണം. ഇതും ഒരു ഒരു പ്രശ്നത്തിന് നല്ലതല്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ത്രയോദശി. ത്രയോദശി സന്ധ്യ സമയം എന്ന് പറയുന്നത് ഈശ്വര സേവയ്ക്കുള്ളതാണ്. ത്രയോദശിയുടെ പ്രത്യേകത എന്തെന്ന് പറയും? ത്രയോദശി എന്തെന്ന് പറയും? വേറെ ഒരു പേര് പറയുമല്ലോ. 3 ദിശകളും കൂടെ ഇല്ല, അതിന് വേറെ ഒരു പേര് പറയും. ത്രയോദശി ശിവ ആരാധനയ്ക്കുള്ള സമയമാണ്. ആ സമയത്ത് സന്ധ്യയ്ക്ക് ആരെങ്കിലും വിളിക്കുന്നെങ്കിൽ അത് ഉചിതം. വേറെ ഒന്നിനും നല്ലതല്ല എന്നുള്ളതാണ്. ശിവ ആരാധന, ദേവന്മാരൊക്കെ ശിവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്നാണ് എൻ്റെ സങ്കല്പം. അതുകൊണ്ട് ത്രയോദശി സന്ധ്യ ദോഷമുള്ള സമയമൊന്നുമല്ല, പ്രശ്നത്തിനോ മുഹൂർത്തത്തിനോ നല്ലതല്ല. ആ സമയം ശിവാരാധന നടത്തേണ്ട സമയമാണ്. ശിവനെ ധ്യാനിക്കേണ്ടത്. പ്രദോഷം എന്ന് പറയും. പ്രദോഷം ഓർമ്മയുണ്ടോ? പ്രദോഷം പ്രദോഷ സമയം സന്ധ്യ സമയമാണ്. സന്ധ്യ എന്ന് വെച്ചാൽ ഒരു 4 മണിക്ക് ശേഷം 5 മണിക്ക് ശേഷമൊക്കെ സന്ധ്യ എന്ന് ഉദ്ദേശിച്ചുള്ള ഒരു ഉദ്ദേശം കണക്കാക്കി എടുത്തോളാം. ആ സമയമാകുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകാനുള്ള സമയം എന്നർത്ഥം. ത്രയോദശി സന്ധ്യ സമയം ശിവ ആരാധനയ്ക്കുള്ളതാണ്. ആ സമയം മുഹൂർത്തത്തിനോ പ്രശ്നത്തിനോ നല്ലതല്ല എന്നെഴുതിക്കൊള്ളണം. ത്രയോദശി എന്നത് പ്രദോഷമാണ്. ത്രയോദശി എന്നത് പ്രദോഷമാണ്. ത്രയോദശി സന്ധ്യ ശിവ ആരാധനയ്ക്കുള്ളതാണ്. ശിവ ആരാധനയ്ക്കുള്ളതാണ്. ഈ സമയം മറ്റു മുഹൂർത്തങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ നല്ലതല്ല. മറ്റു മുഹൂർത്തങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ നല്ലതല്ല. മറ്റു മുഹൂർത്തങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ നല്ലതല്ല.
ഇനി അടുത്തത്. അപ്പോൾ ഈ സമയത്ത് ഒരാൾ പ്രശ്നം വെച്ചാൽ എന്തോന്ന് പറയാം, നമുക്ക് എന്തോന്ന് ഫലം പറയാം? ശിവക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പരിഹാരത്തിന് പറയേണ്ടി വരും. കാരണം ശിവനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം അവർക്ക് മുടക്കമുണ്ടെന്ന് പറയാം. ശിവക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതോ ശിവ ആരാധനയായിട്ട് ബന്ധപ്പെട്ടതോ എന്തോ കാര്യത്തിന് അവർക്ക് അതിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് പറയാം. ശിവ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യം അവർക്ക് ഉണ്ട് എന്ന് പ്രവചനം നടത്താം. ശിവ ആരാധനയായി ബന്ധപ്പെട്ട പരിഹാരം അവർക്ക് പറയണം. അടുത്തഴിക്കോ പാട്ടുരാശി. പാട്ടുരാശി പാട്ടെന്ന് പറയില്ല, പാട്ടുരാശി എന്ന് വെച്ചാൽ അറിയാമോ? പാട്ടുരാശി സൂര്യൻ നിൽക്കുന്നതിൻ്റെ 7ാം രാശിയാണ് പാട്ടുരാശി, അല്ലെങ്കിൽ പാട് ഉള്ള രാശി. പാട്ട് എന്ന് വെച്ചാൽ പാട്ട് എന്നുള്ള അർത്ഥമല്ല, സോങ് എന്നുള്ള അർത്ഥമല്ല, ഗാനം എന്നുള്ള അർത്ഥമല്ല. പാട് ഉള്ള രാശി, അതാണ് പാട്ടുരാശി. സൂര്യൻ നിൽക്കുന്നതിൻ്റെ 7ാം രാശിയാണ് പാട്ടുരാശി. സൂര്യൻ നിൽക്കുന്നതിൻ്റെ 7ാം രാശിയാണ് പാട്ടുരാശി. സൂര്യൻ നിൽക്കുന്നതിൻ്റെ 7ാം രാശിയാണ്. സൂര്യൻ്റെ 7ാം രാശി. അതിനൊരു പ്രത്യേകത എന്താണ്? സൂര്യൻ്റെ 7ാം രാശിയാകുമ്പോൾ ഏത് സമയമായിരിക്കും? സന്ധ്യാസമയം എന്നർത്ഥം. സൂര്യൻ്റെ 7ാം രാശി എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയം. സൂര്യൻ്റെ 7ാം രാശിയിൽ വരുമ്പോൾ അധോമുഖ രാശിയാവും. ആ സമയം ഒന്നിനും നല്ലതല്ല, പ്രശ്നത്തിന് നല്ലതല്ല. ഇത് സന്ധ്യാസമയം ഉൾപ്പെടുന്നതാണ്. പാട്ടുരാശി എന്നിട്ട് സൂര്യൻ നിൽക്കുന്നതിൻ്റെ 7ാം രാശിയാണ് പാട്ടുരാശി. സൂര്യൻ നിൽക്കുന്നതിൻ്റെ 7ാം രാശിയാണ് പാട്ടുരാശി. ഏഴാം രാശിയാണ് പാട്ടുരാശി. ഇത് സന്ധ്യാസമയം ഉൾക്കൊള്ളുന്നതാണ്. ഈ സമയവും പ്രശ്നത്തിന് നല്ലതല്ല. അടുത്ത ഗുളികോദയ രാശി. ഗുളികൻ നിൽക്കുന്ന രാശി ലഗ്നമായോ ആരൂഢമായോ വരുന്നത് ദോഷമാണ്. ഗുളികൻ നിൽക്കുന്ന രാശി ലഗ്നമായോ ആരൂഢമായോ വരുന്നത് ദോഷമാണ്. ലഗ്നമായോ ആരൂഢമായോ വരുന്നത് ദോഷമാണ്.
ഈ സമയം പ്രശ്നത്തിന് വരുന്നത് പ്രേതബന്ധത്തെയോ മരണബന്ധത്തെയോ സൂചിപ്പിക്കുന്നു. പ്രേതബന്ധത്തെയോ മരണബന്ധത്തെയോ സൂചിപ്പിക്കുന്നു. അതൊന്ന് പറയണോ? അതൊന്ന് പറഞ്ഞു തരണോ? ഇന്നത്തെ ദിവസം ഒന്ന് നോക്കണം. പ്രേതബന്ധത്തെയോ മരണബന്ധത്തെയോ സൂചിപ്പിക്കുന്നു. ഇന്ന് എത്രാം തീയതി? മാർച്ച് 5 അല്ലേ? ഇന്ന് മാർച്ച് 5 അല്ലേ? അതെ. അതെ സാർ, അതെ സാർ. 5/3/2024 5/3/2024 മലയാളം 21, കുംഭം 21, കുംഭം 21. അതിന്റെ റൈറ്റ് സൈഡ് നോക്കണം. മാന്നി ഉദിക്കുന്നത് എവിടെയെന്ന് നോക്കണം. മലയാളം 21 മാന്നി പകലും രാത്രിയും 2 സമയം ഉദയമാണ്. അത് കുറച്ച് കാര്യം പറയാനുണ്ട് അതിനകത്ത്. മലയാളം 21 അല്ലേ? കുംഭം 21 അല്ലേ? 21 നോക്കണം. പകല് മിഥുനൻ രാശിയില്, രാത്രി എവിടെ? രാത്രി കന്നി രാശിയില്. പകല് മിഥുനൻ രാശിയിൽ എഴുതണം. പകൽ മിഥുനം രാശിയിൽ മാന്നി ഉദിക്കുന്നു. പകൽ മിഥുനം രാശിയിൽ മാന്നി ഉദിക്കുന്നു. അന്ന് പകൽ മുഴുവനും മാന്നി മിഥുനത്തിൽ നിൽക്കുന്നു. മാന്നിക്ക് വേറെ മാറ്റം വരില്ല. ഒരു പകല് കംപ്ലീറ്റ് ഒരു രാശിയിൽ നിൽക്കും, ഒരു രാത്രി കംപ്ലീറ്റ് ഒരു രാശിയിൽ നിൽക്കും. പകൽ മുഴുവനും മിഥുനൻ രാശിയിൽ നിൽക്കുന്നു. പകൽ മുഴുവനും മിഥുനൻ രാശിയിൽ നിൽക്കുന്നു. ഈ മിഥുനം രാശി ലഗ്നമായോ ആരൂഢമായോ ഉള്ള സമയം പ്രശ്നത്തിന് നല്ലതല്ല. ഉള്ള സമയം പ്രശ്നത്തിന് നല്ലതല്ല. ഉള്ള സമയം പ്രശ്നത്തിന് നല്ലതല്ല. ഇനി ഒരു കാര്യം കൂടി പറയണം. സൂര്യസംക്രമം അല്ലെങ്കിൽ ബിംബസംക്രമം, സൂര്യസംക്രമം ബ്രാക്കറ്റില് ബിംബസംക്രമം. എന്താണ് സൂര്യസംക്രമം? സൂര്യൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലോട്ട് മാറുന്ന സമയം. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് മാറുന്നതിന്റെ മുൻപില് 16 നാഴികയും പിന്നില് 16 നാഴികയും ഒന്നിനും കൊള്ളൂല. ഭയങ്കര ദോഷമാണ്. ആരും ശ്രദ്ധിക്കില്ല. ഇത് അപകടം വരുന്നത് ഏത് ദിവസങ്ങളൊക്കെ ആയിരിക്കാം? മലയാള മാസത്തിൽ ഏത് ദിവസങ്ങളിൽ ഈ അപകടം ഉണ്ടാവാൻ വഴിയുണ്ട്? 1-ാം തീയതി. നമ്മളെ ഈ പഞ്ചാംഗത്തില്, കുംഭമാസത്തിലെ പഞ്ചാംഗത്തിൽ നോക്കണം. ആ നടുക്ക് കിടക്കുന്ന ടോപ്പില് നടുക്ക് മകരം 30-ന് ചൊവ്വാഴ്ച പകൽ. വായിച്ചോ? എല്ലാ ദിവസവും പഞ്ചാംഗം കയ്യിൽ വെച്ചേക്കണം. മീനക്കൂറില് കുംഭരവി സംക്രമം. എല്ലാരും കണ്ടോ എന്നാണ് ചോദിച്ചത്. കണ്ടോ? മകരം 30-ന് ചൊവ്വാഴ്ച പകൽ 3, അതായത് ഇവിടെ 1-ാം തീയതി എന്ന് പറയുന്നെങ്കിലും മകരം 30 പകല് 3:46 സൂര്യൻ എവിടെ പ്രവേശിച്ചു കഴിഞ്ഞു? കുംഭത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോഴ് മകരം 30 3:46 വൈകുന്നേരം, ഉച്ചയ്ക്ക് ശേഷം 3:46
സൂര്യൻ കുംഭത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 3, 4 മണി, 4:30 മണി, 5 മണിക്കൊക്കെ ഒരു കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിന്റെ ജാതകത്തിൽ സൂര്യൻ എവിടെ ഇടും? കുംഭത്തില്. പഞ്ചാംഗത്തിൽ ഏത് മാസമാണ്? മകരം. അപ്പോൾ നമ്മൾ ആളുകൾ മകരമാസം 30-നാണ് ജനിച്ച, മകരത്തിലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സൂര്യൻ കുംഭത്തിലേ വരുള്ളൂ. അപ്പോൾ 3:46 സൂര്യൻ കുംഭത്തിൽ കയറി ഇല്ലേ? മകരം 30-ന്. ശരിയാണല്ലോ? അതിന്റെ 16 നാഴിക മുന്നോട്ടും 16 നാഴിക പിന്നോട്ടുമാകുമ്പോൾ ആ മകരം 30 ഒരു മുഹൂർത്തവും എടുക്കാൻ പറ്റൂല. മകരം 30 ഒരു മുഹൂർത്തവും എടുക്കാൻ നടക്കില്ല. 16 നാഴികയാകുമ്പോൾ എത്ര? 6 മണിക്കൂറും 24 മിനിറ്റും. 6.5 മണിക്കൂർ ശരാശരി, 6.5 മണിക്കൂർ. 3:24, 3:46 6.5 മണിക്കൂറാകുമ്പോൾ എത്രയാവും? 9 മണി മുതൽ വരും. 9 രാവിലെ 9, 9:15 മുതൽ ഒരു മുഹൂർത്തം എടുക്കാൻ പറ്റൂല. പിന്നെ എങ്ങനെ? മാരേജിനെ ഒന്നും എടുക്കാനോ ഒന്നിനും നടക്കൂല. ശരിയല്ലേ? ഇങ്ങനെയാണ് നോക്കേണ്ടത്. അത് കൂടുതലും 1-ാം തീയതിയാണ് ഈ അപകടം കൂടുതലുണ്ടാകുന്നത്. ഇതിപ്പം 30-ാം തീയതിയിൽ പോയി. സൂര്യസംക്രമം. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് സഞ്ചരിക്കുന്നതാണ് സൂര്യസംക്രമം. മനസ്സിലായോ? അല്ലെങ്കിൽ ബിംബസംക്രമം. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് സൂര്യസംക്രമം. ഇതിന്റെ 16 നാഴികയ്ക്ക് മുന്നിലും 16 നാഴികയ്ക്ക് പിന്നിലും പ്രശ്നത്തിന് നല്ലതല്ല. എഴുതിക്കൊള്ളണം. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് സൂര്യസംക്രമം. സംക്രമിക്കുന്ന സമയത്തിൽ നിന്ന് 16 നാഴിക മുന്നിലും 16 നാഴിക പിന്നിലും പ്രശ്നത്തിന് നല്ലതല്ല. ഉദാഹരണം: 1199 മകരം 30. 1199 മകരം 30 ബ്രാക്കറ്റിൽ 13/2/24. 13/2/24. 13/2/24 ബ്രാക്കറ്റ് ക്ലോസ്. പകൽ 3:46 പകൽ 3:46 പകൽ 3:46 സൂര്യൻ മകരൻ രാശിയിൽ നിന്ന് കുംഭരാശിയിൽ പ്രവേശിച്ചു. മകരം രാശിയിൽ നിന്ന് കുംഭം രാശിയിൽ പ്രവേശിച്ചു. മകരം രാശിയിൽ നിന്ന് കുംഭം രാശിയിൽ പ്രവേശിച്ചു.
ഈ 3:46 മുൻപ് 16 നാഴികയും ശേഷം 16 നാഴികയും പ്രശ്നത്തിന് നല്ലതല്ല. മുൻപ് 16 നാഴികയും പിന്നിൽ 16 നാഴികയും പ്രശ്നത്തിന് നല്ലതല്ല. അത് കണ്ടുപിടിക്കാൻ അറിയാമോ? 16 നാഴിക മുൻപിലുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? 16 നാഴികയാകുമ്പോൾ 16 നാഴിക 24 കൊണ്ട് ഗുണിച്ചു നോക്കണം. ഒരു മിനിറ്റ്, കണ്ടുപിടിച്ച് വയ്ക്കുകയും ഞാൻ വരുന്ന 1 മിനിറ്റ്. രമ്യ ഒന്ന് വന്നേ. നിനക്ക് ഫേസ്ബുക്ക് കിട്ടുന്നുണ്ടോ നോക്കി? മൊത്തം പോയത് എടുക്കണ്ട, പാസ്വേഡ് മാറിപ്പോയ പണി കിട്ടും. ഹലോ. ഹലോ. 16 നാഴികയ്ക്ക് മുൻപിലാകുമ്പോൾ എത്ര? 16 നാഴികയാകുമ്പോൾ എത്ര? 24 കൊണ്ട് ഗുണിച്ചിട്ട് മണിക്കൂറിൽ മിനിറ്റിൽ മാറ്റിയാൽ മതി. 16 നാഴികയാകുമ്പോൾ 15 നാഴികയാകുമ്പോൾ 6 മണിക്കൂർ.
പിന്നെ ഒരു നാഴി 24 മിനിറ്റ്. 24 മിനിറ്റ്. ഇതിന് 3:46 കുറച്ചാൽ മതി. 3 ആകുമ്പോൾ 15 എന്ന് എഴുതണം. 12 മണി കഴിഞ്ഞാൽ 9:22 മുതൽ ഒരു മുഹൂർത്തം 9:22 മുതൽ ഒരു മുഹൂർത്തം എടുക്കാനോ പ്രശ്നത്തിനോ നല്ലതല്ല. അപ്പോൾ പിന്നെ അതിന് മുമ്പ് എങ്ങനെ മുഹൂർത്തം എടുക്കണം? അപ്പോൾ ആ ദിവസം പൂർണ്ണമായിട്ടും വർജിക്കണം. സൂര്യസംക്രമണം വരുന്ന ദിവസം പൂർണ്ണമായിട്ടും നല്ലതല്ല എന്നാണ് എൻ്റെ അർത്ഥം. സൂര്യസംക്രമം വരുന്ന ദിവസം ഒരു ദിവസം മുഴുവനും കളയണം. നമ്മൾ 1-ാം തീയതിയാണ് സാധാരണയായിട്ട് ഈ കുഴപ്പം വരാറുള്ളത്. വളരെ സൂക്ഷിക്കണം. സൂര്യനും ചന്ദ്രനും വരുന്ന ദോഷങ്ങൾ കടുത്ത ദോഷങ്ങളാണ്. ബാക്കി ഗ്രഹങ്ങൾക്ക് പോലെയല്ല. നമ്മൾ മുഹൂർത്തമെന്നും പ്രശ്നമെന്നൊക്കെ പറയുന്നത് സൂര്യനെയും ചന്ദ്രനെയും വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത പേജ് എടുത്ത് നോക്കണം. മീനമാസം ഒന്നുകൂടി നോക്കുന്നത് കുറച്ചുകൂടി ക്ലിയർ ആവില്ലേ? മീനമാസം എടുത്ത് നോക്കണം. തൊട്ടടുത്ത പേജ് വായിച്ചു നോക്കണം. മീനം 1 വ്യാഴാഴ്ച 15 വിനാഴിക 12:36 PM ഭരണി 4-ാം പാദം മേടപ്പൂറി. അത് മീനമാസം 1-ാം തീയതി 12:38 അപ്പോഴെങ്ങനെ വരുന്നത് നോക്കണം. ഉച്ചയ്ക്ക് 12. ആ 1-ാം തീയതി എന്തിനെങ്കിലും കൊള്ളാമോ? കൊള്ളൂല. കാരണം 6 മണിക്കൂർ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് എത്ര ഉദ്ദേശം എടുത്താൽ അത് 6 മണിക്കൂറിന് അങ്ങോട്ടും ഇങ്ങോട്ടും 6 മണിക്കൂർ എടുക്കുമ്പോൾ നേരം വെളുത്തത് മുതൽ തുടങ്ങും. അന്ന് ഒരു വകയ്ക്കും കൊള്ളൂല. ഒരു മുഹൂർത്തം എടുക്കാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനോ ഒന്നും നല്ലതല്ല. ആരെയും വരികയാണെങ്കിൽ ദോഷഫലം പറയേണ്ടി വരും. വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, വരുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ദോഷമാണെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വരരുതേന്നൊന്നും വിലക്കരുത്. അതൊന്നും ചെയ്യാൻ പോകരുത്. ആ സമയത്ത് ആരെങ്കിലും കയറി വിളിക്കുകയാണെങ്കിൽ ആ ഫലവും കൂടി ചേർത്ത് പറയണം. അത് സൂര്യനെ വെച്ചിട്ട് ഫലം പറയേണ്ടി വരും. സർ, പ്രശ്നത്തിന് സമയമുണ്ടോ? നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത സമയം അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്ത് ആ ദോഷം എന്താണെന്നുള്ളത് അവരുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ ഫലത്തിൽ പറയണം. അത്ര തന്നെ. പാടില്ല എന്നുള്ള സമയം എന്താണ്? എങ്ങനെ പാടില്ല എന്ന് പറയാൻ എന്താണ് നമുക്ക് അധികാരം? അതിന്റെ ദോഷം എന്താണെന്ന് കണ്ടുപിടിച്ച് പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് ചോദിച്ചാൽ ആ ദോഷം എന്താണെന്ന് കണ്ടുപിടിച്ച് ദോഷത്തിന് പറയണം. അത്ര തന്നെ. ഈ ഗ്രഹണ സമയം ആയിക്കഴിഞ്ഞാലും ചെയ്യുന്നതിനെ കൊണ്ട് ഗ്രഹണ സമയമായി കഴിഞ്ഞാൽ നമ്മൾ കബഡി വയ്ക്കാതിരിക്കുന്നത് നല്ലത്. അത് വേറെ വിഷയം. സൂര്യനും ചന്ദ്രനും വെച്ചിട്ട് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ കബഡി ഉപയോഗിക്കാതെ പറയാം. കബഡി വയ്ക്കരുത്, വേണ്ട. ആ ദിവസം നമ്മൾ ഗ്രഹണ സമയം നമ്മൾ കബഡി വയ്ക്കുന്നതും ജ്യോതിഷത്തിനോ ഫലം പറയാനൊന്നും ഇരിക്കാതിരിക്കുന്നതല്ല. ഇന്ന് ഗ്രഹണമാണ്, വേണ്ട എന്ന് പറയുന്നത് നല്ലത്. ഗ്രഹണം സൂര്യനെയും ചന്ദ്രനെയും ബാധിക്കുന്നതാണ്. സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണത്. ആ ദിവസം നമ്മളന്നും ക്ഷേത്രത്തിൽ നടയൊക്കെ അടച്ചിട്ടേക്കും. ആ സമയത്ത് നമ്മൾ കൊണ്ടുപോയി കബഡി വയ്ക്കുകയോ പ്രശ്നം പറയുകയാണ്. ആ ഒരു ദിവസത്തേക്ക് വേണ്ടാന്ന് വെക്കണം. അവർ വേറെ അറിയാനൊന്നുമില്ല. അങ്ങനെയുള്ള ദിവസമൊന്നും എടുക്കരുത്. ദിവസങ്ങളൊന്നും ഇല്ലല്ലോ, തിങ്കൾ ചൊവ്വ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ചൊവ്വ ദിവസം അങ്ങനെയൊന്നുമില്ല. ആഴ്ചക്ക് പ്രാധാന്യമില്ല. ആ പൗർണമി ദിവസം നമുക്ക് വേണ്ട. ചില സ്ഥലങ്ങളില് ബുധനാഴ്ച അവധി, വെള്ളിയാഴ്ച അവധി എന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട് സാർ. എന്തായിരിക്കും അത്? എവിടെ? ചില ജ്യോതിഷന്മാരൊക്കെ ബുധനാഴ്ച ദിവസം അവധി, വെള്ളിയാഴ്ച ദിവസം അവധി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചേക്കുന്നതാണ്. അത് അവരെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ അത്ര തന്നെ. അവർക്ക് ആ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത കാണും. ആ ദിവസം ഇപ്പൊ ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ഞായറാഴ്ച അവധി കൊടുക്കാൻ പറ്റൂല. എല്ലാവരും പ്രശ്നം വയ്ക്കാൻ പോകുന്നതൊക്കെ ഞായറാഴ്ച ആയിരിക്കും. ഞായറാഴ്ച അവധി ആയതുകൊണ്ട് ഞായറാഴ്ച വരും. അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു ദിവസം അവധി വേണം. ആ ദിവസത്തിന് അവധി എന്ന് എഴുതുന്നു. അത്ര തന്നെ. അല്ല വേറെ കാര്യമൊന്നുമില്ല. വാവിന് കറുത്ത വാവിന് വേണമെങ്കിൽ വയ്ക്കാതിരിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ചന്ദ്രനൊട്ടും ബലമില്ല എന്നുള്ളതിൽ കറുത്ത വാവിനെ ഒഴിവാക്കാം. അതാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഭാരതീയ ജ്യോതിഷം എന്ന് പറയുന്നത് നക്ഷത്രം, തിഥി, കരണം, നിത്യയോഗം, വാരം വെച്ചിട്ടുള്ള കളിയാണ്. ഒഴിവാക്കേണ്ട അതൊക്കെയാണ്. ചതുർദശി, നവമി ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം.
പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല എന്ന് നവമി എന്ന് ചതുർദശി അവർ കയറി വരികയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. അതാണ് എൻ്റെ കാര്യം. ഇപ്പൊ ആഴ്ചയാണെങ്കിൽ കുഴപ്പമില്ല. എല്ലാവരും ആഴ്ച ഇന്ന് എന്താ ആഴ്ച എന്ന് ചോദിച്ചാൽ പറയും. ഇന്ന് എന്ത് നക്ഷത്രം എന്ത് തിരി എന്ന് ചോദിച്ചാൽ ആരെങ്കിലും പറയുമോ? ജ്യോത്സ്യരല്ലാത്തവരാരെങ്കിലും പറയുമോ? പറയൂല. അപ്പോൾ നക്ഷത്രവും തിരിയും നോക്കിയല്ല ഒരാള് ജ്യോത്സ്യനെ കാണാൻ പോകുന്നത്. ജ്യോത്സ്യരെ കാണാൻ പോകുന്നത് ആഴ്ച നോക്കിയിട്ടാണ്. ഇന്ന് ആഴ്ച, അല്ലെങ്കിൽ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കർത്തവാവും കൂടി നോക്കും. അതുപോലെ ഈ പ്രശ്നത്തിന് ഷഷ്ടാഷ്ടമം വന്നു കഴിഞ്ഞാൽ നോക്കാൻ പാടില്ല, അങ്ങനെ കാണുന്നു. ഈ ആരൂഢവും ഷഷ്ടാഷ്ടമം, ലഗ്നവും ആരൂഢവും തമ്മിൽ ഷഷ്ടാഷ്ടമം വന്നാൽ ആരൂഢം ചെറുത്തു എന്ന് പറയും. അത് ആരൂഢം ചെറുക്കാനുള്ള കാര്യം എന്താണ്? അവർക്ക് എന്തോ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു രോഗി ഒരു ആശുപത്രിയിൽ പോയി, അവിടെ രണ്ട് കാര്യം. രോഗം സീരിയസ് രോഗമായി കഴിഞ്ഞാൽ ഒന്ന്, രോഗിയെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കും. വിദഗ്ധനായ ഡോക്ടറാണെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കും. ഇല്ലെങ്കിൽ പറഞ്ഞു വിടും അടുത്ത ആശുപത്രിയിലേക്ക്. ഇതിൽ ഏതാണ് എഫിഷ്യൻസി? അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ച് സുഖമാക്കുന്നത് എഫിഷ്യൻസിയാണോ? അടുത്ത ആശുപത്രി, ഇതിനേക്കാളും വലിയ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുന്നതാണോ എഫിഷ്യൻസി? അവർക്ക് ആരൂഢം ചെറുക്കത്തക്ക പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ജ്യോത്സ്യരെ കാണാമെന്ന് അതിലേക്കുള്ള കാര്യത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി വിടണം. അത് നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ ജോലി. തീർച്ചയായിട്ടും ആരൂഢം ചേർത്തു എന്ന് പറയുന്നതൊക്കെ ഉള്ളത് തന്നെ, അതൊക്കെ ശരി തന്നെ. പക്ഷെ അതിലേക്കുള്ള കാര്യം എന്താണെന്ന് അതിനകത്തിന് കിട്ടും. അത് പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നല്ല രണ്ട് കവടിയൊക്കെ വെച്ചിട്ട് നോക്കി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്ഷേത്രത്തിലോ എവിടെയെങ്കിലും കാര്യമായിട്ടുള്ള മൃത്യുഞ്ജയ ഹോമത്തിനോ അല്ലെങ്കിൽ മന്ത്രജപത്തിനോ എന്തെങ്കിലും പറയുക ചെയ്ത് അത് കുറച്ച് ദിവസം ജപിച്ചതിന് ശേഷം വരാൻ പറയണം. പറഞ്ഞ് പേടിപ്പെടുത്തരുത്. ഇപ്പൊ ഞാൻ പറയാം ഒരു കാര്യം. ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ലഗ്നം ഏതാണ്? ഇപ്പോഴത്തെ ലഗ്നം കന്നി ഇല്ലേ? കന്നിയല്ല, തുലാമായിരിക്കും. തുലാം ഒന്ന് കണക്കാക്കുക. ഇപ്പോഴത്തെ ലഗ്നം തുലാം ഒന്ന് എടുക്കുക. നമുക്ക് കിട്ടിയ ആരൂഢം ഇടവം. തുലാമായി കിട്ടിയ ആരൂഢം ഇടവം. അപ്പോഴേ ഷഷ്ടാഷ്ടമം വന്നു. ലഗ്നത്തിന് ആരൂഢം 8ാം രാശി വന്നു. അപ്പോൾ നമ്മൾ ഷഷ്ടാഷ്ടമം വന്നു എന്ന് പറഞ്ഞിട്ട് വരട്ടെ. അതിലേക്കുള്ള കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കണം. വ്യാഴം 12 പോയി, ഈശ്വരാനുഗ്രഹം ഇല്ല. അതൊരു കാര്യം. ആരൂഢത്തിന്റെ 12 വ്യാഴം പോയി, ഈശ്വരാനുഗ്രഹം ഇല്ല. ലഗ്നാധിപതിയും ആരൂഢാധിപതിയും ഒരേ ആളാണ്. അപ്പോൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിലേക്കുള്ള ഒരു പരിഹാരം പറഞ്ഞ് ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശിവൻ കോവിലിൽ മൃത്യുഞ്ജയ അർച്ചനയ്ക്കോ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസത്തിന് ഒരു 3 ദിവസം പാൽപ്പായസം കൊടുക്കാൻ പറയണം. കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് രണ്ടാമത് വരാൻ പറഞ്ഞാലും മതി എന്ന് പറഞ്ഞിട്ട് അവിടെ അടിച്ചു. അത് നമ്മൾ പ്രശ്നം വെച്ച് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. പ്രശ്നം വയ്ക്കുമ്പോഴതൊക്കെ പറഞ്ഞുതരാം. നമ്മൾ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഈ സമയത്ത് ബുദ്ധിമുട്ടാണ്. അപ്പോഴിപ്പോൾ പറഞ്ഞു വന്നത് രണ്ടാമത്തെ എക്സാമ്പിൾ എടുക്കണം. 1199 മീനം 1-ാം തീയതി. 1199 മീനം 1-ാം തീയതി പകൽ 12:38 മീനം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്നു. മീനം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്നു. ഈ സമയത്തിന്റെ മുന്നിലും പിന്നിലും 16 നാഴികയാകുമ്പോൾ ഈ ദിവസത്തിന്റെ മുന്നിലും പിന്നിലും
ഈ സമയത്തിന്റെ മുന്നിലും പിന്നിലും 16 നാഴികയാകുമ്പോൾ ആ പകൽ പൂർണ്ണമായും വർജിക്കേണ്ടി വരും. ആ പകൽ പൂർണ്ണമായും വർജിക്കേണ്ടി വരും. സാറേ, ഈ വർജിക്കുക എന്ന് പറയുമ്പോഴേ നമ്മള് പുതിയ ഏതെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ അതല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കുന്നതിനോ ഗൃഹപ്രവേശം നടത്തുന്നതിനോ അങ്ങനെയുള്ള മംഗളകർമ്മങ്ങൾക്കെല്ലാം വർജിക്കണോ അത്? പിന്നെ തീർച്ചയായിട്ടും വർജിക്കേണ്ടി വരും. ആ സമയം ഒന്നും എടുക്കേണ്ടല്ല. ആ സമയം നല്ല സമയമല്ല. പ്രശ്നത്തിനാണെങ്കിൽ അതിന്റെ ദോഷം എന്താണെന്ന് പറയേണ്ടി വരും. അത്രയേ ഉള്ളൂ. പ്രശ്നത്തിന് വർജിക്കണം, പ്രശ്നം വയ്ക്കാൻ പാടില്ല എന്നുള്ള അർത്ഥമല്ല. പ്രശ്നത്തിന് അത് ദോഷ സമയമാണ്. അത് എന്താണ് ദോഷം എന്നുള്ളത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടി വരും. സൂര്യൻ എത്രാം ഭാവത്തിൽ നിൽക്കുന്നു, സൂര്യനുണ്ടായുള്ള പാപബന്ധം എന്താണ്, അവിടെ നിന്ന് എന്താണ് ദോഷം എന്നൊക്കെ നോക്കിയെടുത്ത് പറയേണ്ടി വരും. മംഗളകർമ്മങ്ങൾക്ക് നല്ലതേ അല്ല തന്നെയാണ്. ഓക്കെ സാറേ. അതാണ് മംഗളകർമ്മങ്ങൾക്ക് നല്ലതല്ല. മുഹൂർത്തവും കൂടി ചേർത്താണ് പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇത് നിൽക്കട്ടെ, ഇടയിൽ കയറി ഒരു ചാപ്റ്റർ ഇടയിൽ കയറി പഠിക്കണം. പ്രശ്നമാർഗത്തിൽ 8ാമത്തെ ചാപ്റ്ററിൽ ആരൂഢത്തിനെ കുറിച്ച് കുറെ പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് ഇതിന്റെ ബാക്കിയിലേക്ക് വരാം. പ്രശ്നമാർഗത്തിന്റെ 8ാമത്തെ ചാപ്റ്ററാണ്. അതിൽ 1ാമത്തെ പ്രമാണം മുതൽ അങ്ങോട്ട് വരും. പ്രമാണങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആരൂഢോദയെ ലഗ്ന ഛത്ര സ്പഷ്ടാംഗരാശയ ചന്ദ്രാധിഷ്ഠിത രാശിച്ച ചിന്ത്യ ഷഡ് പ്രശ്നകർമാണി. അതായത് ഒരു പ്രശ്നം വയ്ക്കുമ്പോൾ 6 ആരൂഢങ്ങളുണ്ട് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആരെങ്കിലും ഒക്കെ പറഞ്ഞ് കേട്ടിരിക്കുമല്ലോ. 6 ആരൂഢങ്ങളുണ്ട് എന്ന് പറയും. 6 ആരൂഢം. അത് ഏതൊക്കെയാണ് 6 ആരൂഢങ്ങൾ? ഒരു പ്രശ്നത്തില് നമ്മൾ സാധാരണയായി 6 ആരൂഢങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അവ 1 ആരൂഢം സ്വർണാരൂഢം, അല്ലെങ്കിൽ താമ്പൂലാരൂഢം, അല്ലെങ്കിൽ കബഡി കൊണ്ടെടുക്കുന്ന ആരൂഢം. കബഡി കൊണ്ട് എങ്ങനെ ആരൂഢം എടുക്കുന്നുള്ളത് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പറഞ്ഞുതരാം. അതായത് ഒന്നുകിൽ സ്വർണ്ണാരൂഢം, സ്വർണം വയ്ക്കുന്ന, ദേവപ്രശ്നത്തിലൊക്കെ സ്വർണം വയ്ക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. കക്ഷിയെ വിട്ട് സ്വർണം കൊണ്ട് വെപ്പിച്ച് എടുക്കുന്ന ആരൂഢം. അല്ലെങ്കിൽ ജ്യോത്സ്യര് കബഡി കറക്കി എടുക്കുന്ന ആരൂഢം, അല്ലെങ്കിൽ താമ്പൂല ആരൂഢം. ഇങ്ങനെ ഏതെങ്കിലും ഒരു ആരൂഢം. 2 ഉദയ ലഗ്നം, ആ സമയത്ത് വരുന്ന ലഗ്നം, നമ്മൾ പ്രശ്നം വയ്ക്കാൻ വരുന്ന സമയത്തിന്റെ ലഗ്നം. ഇനി ലഗ്നത്തിന്റെ നവാംശക രാശി. പിന്നെ വരുന്നത് സ്പഷ്ടാംഗ രാശി. പിന്നെ വരുന്നത് ചന്ദ്രരാശി, ചന്ദ്രൻ നിൽക്കുന്ന രാശി. സ്പഷ്ടാംഗ രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷ്ടാവ് തൊടുന്നത് ശരീരത്തിന്റെ ഏത് ഭാഗത്ത്, അതിനെ സൂചിപ്പിക്കുന്ന രാശി. ഇനി ഒന്ന് ചന്ദ്രരാശി. ഇങ്ങനെ 6 ആരൂഢങ്ങളുണ്ട്. ആരൂഢോദയെ, ആരൂഢം ഉദയം, ലഗ്നാംശ ഛത്ര സ്പഷ്ടാംഗരാശയ ചന്ദ്രാധിഷ്ഠിത രാശിച്ച ചിന്ത്യ ഷഡ് പ്രശ്നകർമാണി. ശ്ലോകമൊന്നും വേണ്ട, ചുമ്മാ ആവശ്യമില്ലാണെന്നുകൊണ്ട് പഠിക്കില്ല. ആരൂഢം 1 ആരൂഢം സ്വർണം കൊണ്ടോ താമ്പൂലം കൊണ്ടോ കബഡി കൊണ്ടോ എടുക്കുന്ന ആരൂഢം, അതാണ് ആരൂഢം. 2 ലഗ്ന രാശി, ആ സമയത്ത് വരുന്ന ലഗ്നം ഏത്. 3 ലഗ്നത്തിന്റെ നവാംശക രാശി. 4 ചന്ദ്രൻ നിൽക്കുന്ന രാശി. 5 സ്പഷ്ടാംഗ രാശി. സ്പഷ്ടാംഗ രാശി എന്ന് വെച്ചാൽ എന്താണ്? പ്രഷ്ടാവ് തൊടുന്ന രാശി, ശരീരത്തിന്റെ ഏത് ഭാഗത്ത് തൊടുന്നു എന്ന് പറഞ്ഞാൽ പ്രഷ്ടാവ് വന്നിരുന്നിട്ട്, അത് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വന്നിരുന്നിട്ട് പെട്ടെന്ന് തല ചൊറിഞ്ഞു
എങ്കിൽ ഏത് രാശി? വേണം. മേടം. മേടം. മുഖത്ത് കൈവച്ചു എങ്കിൽ ഏത് രാശി? ഇടവം. ഇടവം. തോളില് അല്ലെങ്കിൽ കഴുത്തിൽ കൈവച്ചു മിഥുനം. നെഞ്ചിലൊന്ന് തടവി കർക്കിടകം. വയറിൽ തടവി ചിങ്ങം. അടിവയറിന്റെ ഭാഗത്ത് തടവി കന്നി. അല്ലെങ്കിൽ വേറെ അതിന്റെ അവിടുത്തെ സീക്രട്ട് പാർട്സിൽ അവിടെ എവിടെയെങ്കിലും ഒന്ന് തൊട്ടു. ചിലപ്പോൾ നമ്മൾ ഷർട്ടിനെ പിടിച്ച് താത്തു വയ്ക്കാൻ വേണ്ടി അവിടെ ആയിരിക്കും തൊടുന്നത് എങ്കിൽ വൃശ്ചികം. തുടയിൽ തൊട്ട് കഴിഞ്ഞാൽ ധനു. കാൽമുട്ടിൽ തൊട്ട് കഴിഞ്ഞാൽ മകരം. കണങ്കാലിൽ തൊട്ട് കഴിഞ്ഞാൽ കുംഭം. കാലിന്റെ പാദത്തിൽ ചിലപ്പോൾ എന്തോ തട്ടി പെട്ടെന്ന് ചൊറിഞ്ഞു എങ്കിൽ മീനം. ഇതിൽ എവിടെ തൊടുന്നുവോ അവിടെ പറയണം. അതാണ് സ്പഷ്ടാംഗരാശി. ചിലർ സ്പഷ്ടാംഗരാശി എടുക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ രീതി എങ്ങനെയാണ്, അവിടെ ഗുരു ഉപദേശം എന്താണ്, എങ്ങനെ രീതിയിൽ ചെയ്യും, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പ്രഷ്ടാവ് ജ്യോത്സ്യരെ മുന്നിൽ അല്ലെങ്കിൽ ദൈവജ്ഞന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ആദ്യമായി സ്പർശിക്കുന്നു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ, നമ്മുടെ ശരീരത്തല്ല, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എവിടെ സ്പർശിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക. പ്രഷ്ടാവ് ദൈവജ്ഞന്റെ മുൻപിൽ വന്നിരുന്ന ശേഷം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഏത് അവയവത്തിൽ സ്പർശിച്ചു എന്ന് ശ്രദ്ധിക്കുക. ആദ്യമായി സ്പർശിച്ചത് നമ്മൾ കാണത്തക്ക വഴി അത്ര തന്നെ. ചിലപ്പോൾ നേരത്തെ സ്പർശിച്ചത് നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ അത്രയേ ഉള്ളൂ. മേടത്തിലാണ് തലയിലാണ് തൊട്ട് കഴിഞ്ഞാൽ മേടൻ രാശി സ്പഷ്ടാംഗരാശി. മുഖത്തിൽ തൊട്ടാൽ സ്പഷ്ടാംഗരാശി ഇടവം. കഴുത്തോ കയ്യിലോ തൊട്ട് കഴിഞ്ഞാൽ കയ്യിൽ തൊട്ട് കഴിഞ്ഞാൽ സ്പഷ്ടാംഗരാശി മിഥുനം. നെഞ്ചിൽ തൊട്ട് കഴിഞ്ഞാൽ കർക്കിടകം. വയറിൽ തൊട്ട് കഴിഞ്ഞാൽ ചിങ്ങം, എക്സെട്ര. മനസ്സിലായോ? മനസ്സിലായി സാർ. ഞാൻ ചോദിച്ചത് ആദ്യത്തെ തുടക്കം ലഗ്നരാശി, ലഗ്നത്തിന്റെ നവാംശക രാശി, അതാന്ന് പറയാനായിരുന്നു. ലഗ്നത്തിന്റെ നവാംശകം എവിടെ വരുന്നു അത് കണ്ടുപിടിക്കണം. അത് തന്നെ ആ രാശി, ലഗ്ന നവാംശക രാശി. അത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഇട്ട് തരാം. ഇത് എഴുതിയിട്ട് ഒരു എക്സാമ്പിൾ ഇട്ട് തരാം. ഇപ്പോഴത്തെ ഒരു എക്സാമ്പിൾ എടുത്ത് തരാം. അപ്പോൾ എക്സാമ്പിൾ ഇട്ടാലേ കാര്യം പിടികിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ വെറും തിയറി പഠിച്ചിട്ട് ഒരു ഉപയോഗവും ഇല്ല. നമുക്കൊക്കെ പറ്റുന്ന അബദ്ധം അവിടെയാണ്. തിയറിയെ ചുമ്മാ കാണാതെ പഠിച്ചു വെച്ചേക്കും, ആ സംശയം മാറില്ല. ഒരു എക്സാമ്പിൾ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് കാര്യം പിടികിട്ടും. എക്സാമ്പിൾ ഇട്ട് തരാം, എക്സാമ്പിൾ ഇട്ടേ പോവുള്ളൂ. ഇനി ഛത്രരാശി എന്ന് പറഞ്ഞൊരു രാശിയുണ്ട്. അത് ഇത്തിരി ജോലി കൊണ്ട് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു തരാം. പിന്നെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ജോലിയാണ്. ഛത്രരാശി വിദഗ്ധരായ ജ്യോത്സ്യന്മാർ വരെ ചിലപ്പോൾ പറയൂല. ഛത്രരാശിക്ക് വീതി രാശി കണ്ടുപിടിച്ചിട്ടാണ് ഛത്രരാശി കണ്ടുപിടിക്കുന്നത്. ആദ്യം ഇത്രയൊന്ന് എഴുതണം. ഇത്ര എഴുതിയിട്ട് ഛത്രരാശി പറഞ്ഞുതരാം. ഒരു പ്രശ്നത്തിൽ സാധാരണയായി 6 ആരൂഢങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ചാപ്റ്റർ 8 എന്നിട്ടുണ്ട്. പ്രശ്നമാർഗം ചാപ്റ്റർ 8. ഒരു പ്രശ്നത്തിൽ സാധാരണയായി 6 ആരൂഢങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഒന്ന് ആരൂഢം. എന്നിട്ട് എഴുതി താഴെ എഴുതിക്കൊള്ളണം. സ്വർണം വച്ചോ കവടി കൊണ്ടോ, സ്വർണം വച്ചോ കവടി കൊണ്ടോ സ്വർണം വച്ചോ കവടി കൊണ്ടോ താമ്പൂലം കൊണ്ടോ ആരൂഢം എടുക്കുന്നത്. താമ്പൂലം കൊണ്ടോ ആരൂഢം എടുക്കുന്നത്. രണ്ട് ലഗ്നം. ലഗ്നം പ്രശ്ന സമയത്ത് വരുന്ന ലഗ്നം. ലഗ്നം എന്നിട്ട് 2 കുത്തിട്ട് കഴിക്കണമല്ലോ. പ്രശ്ന സമയത്ത് വരുന്ന ലഗ്നം.
പ്രശ്ന സമയത്ത് വരുന്ന ലഗ്നം. ഇതാണ് ഉദയാരൂഢം. നമ്മള് ലഗ്നത്തിന് പറയാറുള്ള പേര് ഉദയ ലഗ്നം എന്നാണ്. ആ സമയത്ത് ഉദിക്കുന്ന ലഗ്നം, അതിന് ഉദയ ലഗ്നം എന്ന് പറയും. ഉദയ ലഗ്നം, അത് തന്നെ ലഗ്നം എന്ന് പറയണം. ആ സമയത്ത് വരുന്ന ലഗ്നം. 3 ലഗ്ന നവാംശക രാശി. 3 ലഗ്ന നവാംശക രാശി. ലഗ്ന നവാംശക രാശി. ലഗ്നത്തിന്റെ നവാംശകം ഏത് രാശിയിൽ വരുന്നു എന്നത്. ലഗ്നത്തിന്റെ നവാംശകം ഏത് രാശിയിൽ വരുന്നു എന്നത്. നാല് ചന്ദ്രരാശി. 4 ചന്ദ്രരാശി. 4 ചന്ദ്രരാശി. പ്രശ്ന സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശി. പ്രശ്ന സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശി. അടുത്ത് സ്പഷ്ടാംഗരാശി. ഇസ് പ ഇഷ്ട. സ്പഷ്ടാംഗരാശി. സ്പഷ്ടാംഗരാശി. പ്രഷ്ടാവ് ദൈവജ്ഞന്റെ മുൻപിൽ വന്ന ശേഷം പ്രഷ്ടാവ് ദൈവജ്ഞന്റെ മുൻപിൽ വന്ന ശേഷം അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഏത് അവയവത്തിൽ തൊട്ടു എന്നതാണ്. ഏത് അവയവത്തിൽ തൊട്ടു എന്നതാണ്. സാർ, ഇത് ആരൂഢം കിട്ടിയതിന് ശേഷമാണോ ശ്രദ്ധിക്കേണ്ടത് സാർ? നേരത്തെ ശ്രദ്ധിക്കണം. എല്ലാം കൂടി ചേർത്തെടുക്കണം. വന്നിരുന്ന ഉടൻ തന്നെ എല്ലാം ശ്രദ്ധിക്കണം. വന്ന് കയറുന്ന ഈ ഒരു കാര്യമാണ് നമ്മൾ വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട. സ്പഷ്ടാംഗരാശി വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. വന്നതിന് ഇരുന്നതിന് ശേഷമല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ. ചിലപ്പോൾ ഒരിടവും തൊടാതിരിക്കൂല. എവിടെയെങ്കിലും തുടയിലെങ്കിലും വന്നിരുന്നിട്ട് തുടയിലെങ്കിലും തൊടാതിരിക്കില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വേർത്തുകൊണ്ട് തൊടുക എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. തലയിലാണ് തൊടുന്നെങ്കിൽ സ്പഷ്ടാംഗരാശി മേടം. തലയിലാണ് തൊടുന്നു എങ്കിൽ സ്പഷ്ടാംഗരാശി മേടം. അടുത്ത ലൈനിൽ മുഖത്തിൽ തൊട്ടാൽ ഇടവം. മുഖത്ത് തൊട്ടാൽ ഇടവം. തോള് കൈ കഴുത്ത്. തോള് കൈ കഴുത്ത് മിഥുനം. തോള് കൈ കഴുത്ത് മിഥുനം. മാറിടം കർക്കടകം. ഇനി എങ്ങനെ എഴുതിയൊക്കെ പോയാൽ മതിയല്ലോ, മനസ്സിലാവുമല്ലോ. മാറിടം കർക്കടകം. വയറ് ചിങ്ങം. വയറ് ചിങ്ങം. അടിവയറ് കന്നി. അടിവയറ് കന്നി. ഇടുപ്പ് തുലാം. ഇടുപ്പ് തുലാം. ഗുഹ്യഭാഗം വൃശ്ചികം. ഗുഹ്യഭാഗം വൃശ്ചികം.
തുട ധനു, തുട തുട ധനു. കാൽമുട്ട് മകരം, കാൽമുട്ട് മകരം. കണങ്കാല് കുംഭം, കാൽപാദം മീനം, കാൽപാദം മീനം. പിന്നെ ഛത്രരാശി പറഞ്ഞു തരട്ടെ? ഛത്രരാശി അത് ഇത്തിരി പാടാണ്. ഛത്രരാശിയൊക്കെ ദേവപ്രശ്നമൊക്കെ വേണമെങ്കിലേ ആവശ്യമുള്ളൂ, അല്ല വേറെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. പിന്നെ നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ പറയാം എന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞുതരാം. ഛത്രരാശി കാണുന്നതിന് മുൻപ് വീതിരാശി അറിയണം. ഛത്രരാശി കാണുന്നതിന് മുൻപ് വീതിരാശി അറിയണം. വീതി രഥം എന്നുള്ളതായാണ്. വീതിരാശി അറിയണം. വീതിരാശി അറിയണം. എന്ന് താഴെ എഴുതിക്കൊള്ളു. ഇടവം മിഥുനം കർക്കടകം ചിങ്ങം. ഇടവം മിഥുനം കർക്കടകം ചിങ്ങം. രാശികളിൽ സൂര്യൻ നിന്നാൽ, രാശികളിൽ സൂര്യൻ നിന്നാൽ മേടം വീതിരാശി, മേടം വീതിരാശി. മേടം വീതിരാശി. അടുത്ത ലൈനില് വൃശ്ചികം ധനു മകരം കുംഭം. വൃശ്ചികം ധനു മകരം കുംഭം. രാശികളിൽ സൂര്യൻ നിന്നാൽ, രാശികളിൽ സൂര്യൻ നിന്നാൽ വൃശ്ചികം ധനു മകരം കുംഭം രാശികളിൽ സൂര്യൻ നിന്നാൽ മിഥുനം വീതിരാശി, മിഥുനം വീതിരാശി. മിഥുനം വീതിരാശി. മീനം മേടം കന്നി തുലാം. മീനം മേടം കന്നി തുലാം. രാശികളിൽ സൂര്യൻ നിന്നാൽ, രാശികളിൽ സൂര്യൻ നിന്നാൽ ഇടവം വീതിരാശി, ഇടവം വീതിരാശി. ഇടവം വീതിരാശി. അടുത്ത ലൈനിൽ എഴുതിക്കൊള്ളു. ആരൂഢം മുതൽ ലഗ്നം വരെയുള്ള രാശികൾ എണ്ണുക. ആരൂഢം മുതൽ ലഗ്നം വരെയുള്ള രാശികൾ എണ്ണുക. ഈ സംഖ്യയെ വീതിരാശി മുതൽ എണ്ണുമ്പോൾ കിട്ടുന്നത്, ഈ സംഖ്യയെ വീതിരാശി മുതൽ എണ്ണുമ്പോൾ കിട്ടുന്നത് ഛത്രരാശി. ഛത്രം എന്ന് വെച്ചാൽ കുട, കുട എന്നുള്ള ഛത്രം. ഛത്രം കുടയല്ലേ, കുട. ആ ചായാണ് മടക്ക് ച. ഛത്രരാശി.
എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? സർ മനസ്സിലായി. അതായത് മനസ്സിലായി സാർ. ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം രാശിയിൽ സൂര്യൻ നിൽക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ മാസം എന്നർത്ഥം, ശരിയല്ലേ? അതെ, ആ മാസം എന്നാണ് അർത്ഥം. ആ മാസം. ഇടവവും മിഥുനവും കർക്കടകവും ചിങ്ങത്തിലുമാണ് സൂര്യൻ. ഈ നാലിൽ ഏതെങ്കിലും ഒരു രാശിയിലാണ് സൂര്യൻ നിന്നാൽ മേടം വീതി രാശി എന്ന് പറയും. കാണാൻ പഠിച്ചാലേ പറ്റുള്ളൂ. വൃശ്ചികം, ധനു, മകരം, കുംഭത്തിൽ സൂര്യൻ നിന്നാൽ മിഥുനം വീതി രാശിയാവും. മീനം, മേടം, കന്നി, തുലാത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇടവം വീതി രാശിയാവും. അപ്പോൾ ആദ്യം വീതി രാശിയെ കണ്ടുപിടിച്ചിട്ട് ആരൂഢം മുതൽ ലഗ്നം വരെ എണ്ണണം. എത്ര സംഖ്യ നോക്കണം. ആരൂഢം മുതൽ ലഗ്നം വരെ എണ്ണണം. എണ്ണിയിട്ട് ആ സംഖ്യയെ വീതി രാശി മുതൽ എണ്ണുമ്പോൾ കിട്ടുന്നതാണ് ഛത്രരാശി. ഇത്ര തന്നെ. ആ രാശിയെ വീതി രാശി മുതൽ എണ്ണുമ്പോൾ കിട്ടുന്നത് ഛത്രരാശി. സാറേ, ഈ ഛത്രരാശിയുടെ പ്രാധാന്യം എന്താണ്? ഛത്രരാശി ദേവകോപമൊക്കെ ചിന്തിക്കുന്ന സമയത്ത് പറയും. ദേവകോപം ചിന്തിക്കുന്നത് ബ്രാഹ്മണ ശാപം, ദേവകോപം, ലോക ആക്രോശം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് 2-3 കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയും. ദേവപ്രശ്നത്തിലും കുടുംബ പ്രശ്നത്തിലൊക്കെ പറയുമ്പോൾ അല്ല, വേറെ ഒന്നും കൂടുതലായിട്ട് വരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഭൂതം ഭാവി കാലവും പറയുന്നത് എന്ത് വെച്ചു? ഭൂതം ഭാവി കാലം പറയുന്നതല്ല. വർത്തമാനം, ഭാവി, ഭൂതം. ഇല്ല. വർത്തമാനം, ഭാവി, ഭൂതം ഒക്കെ പറയുന്നത് അത് അഷ്ടമംഗല സംഖ്യയൊക്കെ വെച്ചിട്ടൊക്കെ പറയും. സാറേ, ഛത്രരാശി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാമോ? അത് പിടികിട്ടുന്നില്ല. അത് അല്പ കോംപ്ലിക്കേറ്റഡ് ആണ്. അതാണ് ഞാനും പറഞ്ഞു വന്നത്. ഛത്രരാശി കൊണ്ട് ചില ടെക്സ്റ്റുകൾ കണ്ടിട്ട് സാർ ഉദയലഗ്നം കൊണ്ട് ഭാവി പറയണമെന്നും അതിന്റെ അംശം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രശ്നമാർഗത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ ഒന്നും ആപ്ലിക്കബിൾ അല്ല. ഉദയലഗ്നം കൊണ്ട് ഒന്ന് പറയണം, ആരൂഢം കൊണ്ട് ഒന്ന് പറയണം. അതായത് പ്രശ്നത്തിൽ പഠിക്കാം. അതൊക്കെ പ്രശ്നത്തിൽ പഠിച്ചാലേ പറ്റുള്ളൂ. ലഗ്നത്തിനാണ് ബലം കൂടുതലെങ്കിൽ ത്രിദോഷങ്ങൾ കൊണ്ടാണ് കുഴപ്പമുണ്ടായതെന്നും, ആരൂഢത്തിന് ബലം കൂടിക്കഴിഞ്ഞാൽ ആഭിചാരദോഷം കൊണ്ടാണ് പ്രശ്നം, കുഴപ്പങ്ങൾ, അസുഖ പ്രശ്നത്തിലാണ് വരുന്നതെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ലഗ്നം കൊണ്ട് അങ്ങനെ പറയണം, ഇങ്ങനെ പറയണമെന്നൊക്കെ പറയും. ഒന്നും ആപ്ലിക്കബിൾ അല്ല. ചെയ്തു വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതായത് ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, ഇതിൽ 3-ൽ 4-ൽ എവിടെയെങ്കിലും ഒരിടത്താണ് സൂര്യൻ നിൽക്കുന്നെങ്കിൽ മേടത്തിന് വീതി രാശി എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യണം. മേടത്തിൽ കൊണ്ട് മേടൻ രാശി വീതി രാശിയാവും. ഇടവത്തിലോ മിഥുനത്തിലോ കർക്കടകത്തിലോ ചിങ്ങത്തിലോ ആണ് സൂര്യൻ നിന്നാൽ മേടം വീതി രാശിയാവും. അടുത്ത് നേരെ വൃശ്ചികത്തിന് തുടങ്ങണം. വൃശ്ചികം, ധനു, മകരം, കുംഭത്തിലാണ് സൂര്യൻ നിൽക്കുന്നെങ്കിൽ മിഥുനം വീതി രാശിയാവും. ബാക്കി 4 സൂര്യൻ നിന്നാൽ മീനം, മേടം, കന്നി, തുല, ഇടവം വീതി രാശി. അപ്പോൾ വീതി രാശി ഈ 3 വീതി രാശി വരുള്ളൂ. വേറെ ഒന്നും വീതി രാശിയായിട്ട് വരില്ല. മേടം, ഇടവം, മിഥുനം. മേടം, മിഥുനം, ഇടവം, ഇത് 3 വീതി രാശി. അപ്പോൾ വീതി രാശിയെ നോട്ട് ചെയ്ത് ഇട്ടിട്ട് ഇത് ആരൂഢം എടുത്തതിന് ശേഷമേ കിട്ടുള്ളൂ. ആരൂഢം മുതൽ ഉദയലഗ്നം വരെ എണ്ണണം. ഇപ്പോഴത്തെ ഗ്രഹനില ഇട്ടോളണം. ഇപ്പോഴത്തെ ഗ്രഹനില ഒന്ന് ഇട്ടോളണം. ഇപ്പോഴത്തെ ഗ്രഹനില ഇട്ടോളണം. മേടത്തിൽ വ്യാഴം, കന്നിയില് കേതു, ധനുവില് ചന്ദ്രൻ, മകരത്തിലാര്? മകരത്തില് ചൊവ്വ,
മകരത്തിൽ ചൊവ്വ ശുക്രൻ ഇട്ടുള്ളൂ. ചൊവ്വയും ശുക്രനും മകരത്തില്. കുംഭത്തില് രവി ബുധൻ ശനി. രവി ബുധൻ ശനി. മീനത്തില് രാഹു. മീനത്തില് രാഹു. തുലാത്തില് ലഗ്നം. തുലാത്തില് ലഗ്നം. ആരൂഢം കർക്കിടകത്തിലിട്ടുള്ളൂ. ആ കർക്കിടകത്തില് തൊട്ട് ആദ്യം ആരൂഢം സ്വർണ്ണം വെച്ചെടുത്തപ്പം കിട്ടിയ ആരൂഢം കർക്കിടകത്തിൽ ആരൂഢം. സൂര്യൻ നിൽക്കുന്ന ഏത് രാശിയില്? കുംഭം രാശിയിൽ. കുംഭൻ രാശി. അപ്പോഴും വീതി രാശി ഏത്? മിഥുനം. മിഥുനത്തിൽ വീതി നിറണം. മിഥുനത്തിൽ വീതി നിറണം. മിഥുനത്തിൽ വീതി. ഇനി ആരൂഢം മുതൽ ലഗ്നം വരെ എണ്ണണം. എത്ര സംഖ്യ കിട്ടണം നോക്കണം. 4. ആരൂഢം മുതൽ 4. ആരൂഢം കർക്കിടകം ചിങ്ങം കന്നി തുല 4. ഈ 4 മിഥുനത്തിന് എണ്ണണം. വീതി രാശിന് 4 എണ്ണണം. കന്നിയാണ് ഛത്രരാശി. എഴുതിക്കണം. കന്നിയിലെ ഛത്രം എന്ന് പറഞ്ഞു. ഛത്രം. ഇത്രയേ ഉള്ളൂ. ഇപ്പോഴും മനസ്സിലായോ? ഛത്രരാശി കന്നി. അപ്പൊ വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാ സർ പറയുക? അങ്ങനെയാണെങ്കിൽ അതൊക്കെ ആരൂഢം കൊണ്ട് പറഞ്ഞാൽ മതി. അതെല്ലാം എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഈ വരാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം ആരൂഢം കൊണ്ട് തന്നെ പറയാം. എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ള ആരൂഢം കൊണ്ട് തന്നെ പറയാം. അതുപോലെ ഈ മുഹൂർത്തത്തിന് ചില വ്യക്തികൾ അവരൊരു ദിവസം പറഞ്ഞിട്ട് സമയം പറഞ്ഞു കൊടുക്കാൻ പറയും, നല്ലൊരു സമയം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടൂല. അവർ പറയുന്ന സമയം ഇപ്പോൾ നടക്കുന്നതൊക്കെ അങ്ങനെ തന്നെ. അങ്ങനെ കിട്ടൂല. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആ സമയം ദിവസം നല്ലതല്ല, അതിൻ്റെ റിസ്ക് നിങ്ങൾക്കാണ്, നമുക്കല്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒരു മുഹൂർത്തം എഴുതി കൊടുക്കുക. എന്നാൽ കാര്യത്തിനെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മളല്ല കാരണക്കാര്, നിങ്ങളാണ്. ആ ദിവസത്തിലുള്ള ദോഷത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് ദോഷങ്ങളുണ്ട്, ഒന്നും നല്ല മുഹൂർത്തം അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ വഴിയുള്ളൂ. വേറെ എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ആൾക്കാർ അങ്ങനെയാ വരാറ്. അവരൊരു സമയം പറയും, നല്ലൊരു സമയം പറഞ്ഞു കൊടുക്കാൻ പറയാ. ഇല്ല, ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചിട്ട് മാർച്ച് 21-നും 31-നും ഇടയ്ക്ക് ഒരു വീട് പാല് കാച്ചാൻ ഒരു ദിവസം ചോദിച്ചു. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു ദിവസം എടുത്ത് കൊടുത്തപ്പോൾ അത് പറ്റൂല, വേറെ ഒരു ദിവസം വേണം. നിങ്ങൾ നോക്കിയെടുത്തോളുക, ആരെങ്കിലും കണ്ടെടുത്തോളുക എന്ന് പറഞ്ഞു. ശരി, വേറെ എന്തെങ്കിലും സംശയങ്ങൾ? ഇന്ന് തുടക്കത്തിലെ ആ നക്ഷത്ര സന്ധി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ 5 മിനിറ്റ് ലേറ്റ് ആയി പോയിട്ട് സന്ധി ഇനിയിപ്പോ സമയം ഒരുപാടായി. നക്ഷത്ര സന്ധി എന്ന് പറഞ്ഞാൽ നക്ഷത്രം തീരുന്ന സമയം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പഞ്ചാംഗത്തിൽ നക്ഷത്രം തീരുന്ന സമയം, അതിൻ്റെ ഒരു നാഴികയ്ക്ക് മുന്നിലും ഒരു നാഴികയ്ക്ക് പിന്നിലുമുള്ള സമയം പ്രശ്നം വയ്ക്കാമെന്നാൽ നല്ലതല്ല. അതിൽ എത്ര നക്ഷത്രം? ഭരണി നക്ഷത്രമല്ലേ നമ്മൾ എടുത്തത് അല്ലേ? ഒരാൾ നോട്ട് നോക്കൂ. ഭരണി തീരുന്നത് എത്ര? 10:48. തിരുവോണം നക്ഷത്രം അന്നേരം എടുത്തു. തിരുവോണം നക്ഷത്രം എത്ര? 10:48 തീരുന്നത്. 10:42 തീരും. 24 കുറച്ചു. ശരി, മതി. അതായത് ഒരു ദിവസം എടുത്തപ്പോൾ 10:42 തിരുവോണം നക്ഷത്രം തീരുന്നു.
അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അന്നത്തെ ദിവസം ഒരു വിവാഹത്തിന് കൊള്ളാം, നല്ല ദിവസമാണ്. വിവാഹത്തിനല്ല, വീട് പാല് കാച്ചാൻ നല്ലൊരു ദിവസമാണ്. തിരുവോണം നക്ഷത്രം എല്ലാം ഒത്തുവന്ന് നല്ല ആഴ്ചയാണ്, നല്ല തിരിയാണ്, നല്ല നക്ഷത്രമാണ്. പ്രഷ്ടാവിന്റെ നക്ഷത്രത്തിന് നോക്കുമ്പോൾ നല്ല നക്ഷത്രമൊന്ന് കണ്ടപ്പോൾ പക്ഷെ ഒരു കാര്യം, നമ്മുടെ മുഹൂർത്തം നോക്കിയപ്പോൾ 10:42 തിരുവോണം തീരുകയാണ്. അപ്പോൾ മുഹൂർത്തം കുറിക്കാൻ പോകുന്നത് 10:30 മുഹൂർത്തം കുറിക്കാമെന്ന് കണക്കാക്കി. 10:30 മുഹൂർത്തം കുറിക്കുമ്പോൾ 10:42 നക്ഷത്രം തീരുകയാണ്. അപ്പോൾ ആ സമയം എടുക്കാൻ പറ്റൂല. ഒരു നക്ഷത്രം തീരുന്നതിൻ്റെ ഒരു നാഴികയ്ക്ക് മുന്നിലും ഒരു നാഴികയ്ക്ക് ശേഷവും, അല്ലെങ്കിൽ ഒരു നക്ഷത്രം തുടങ്ങുന്നതിൻ്റെ ഒരു നാഴികയ്ക്ക് മുന്നിലും ഒരു നാഴികയ്ക്ക് ശേഷവും നല്ല സമയമല്ല. അപ്പോഴത് എടുക്കാൻ പറ്റൂല എന്നർത്ഥം. ഇപ്പൊ 10:42 തിരുവോണം തീരുകയാണ്. അപ്പോൾ അതിനേക്കാളും ഒരു നാഴികയ്ക്ക് മുന്നിലാകുമ്പോൾ 24 മിനിറ്റ് കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ 10:18 വരും. 10:18 മുതൽ 11:06 വരെ നല്ല സമയമല്ല. അതാണ് അതിന്റെ അർത്ഥം. സാർ, ഈ അനുജന്മ നക്ഷത്രം എടുക്കാൻ പറ്റുമോ? അനുജന്മ നക്ഷത്രത്തിന് കുഴപ്പമില്ല. അത് വേണ്ടാന്ന് പറയുന്ന സ്ഥലത്ത് എടുക്കരുത്, അല്ലാത്ത സ്ഥലത്തൊക്കെ എടുക്കാൻ കുഴപ്പമില്ല. അതുപോലെ 6-ാം ഭാവത്തിലുള്ള നക്ഷത്രം എടുക്കുന്നതിനെ കൊണ്ട് ദോഷങ്ങളൊന്നും? കുഴപ്പം 6-ല്, 8-ല് കുഴപ്പമാണ്. 6-ന് കുഴപ്പമില്ല. 8-ലുള്ള അഷ്ടമരാശിയിലുള്ളതാണ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അഷ്ടമരാശിയിലുള്ളതാണ് 3, 5, 7 നക്ഷത്രം ദോഷവും അത് ദോഷമെന്ന് പറയും. ഹലോ, രാഹുകാലം? രാഹുകാലം ഒഴിവാക്കണമെന്നും പ്രശ്നത്തിലൊരിടവും പറയുന്നില്ല, മുഹൂർത്തത്തിൽ പറയുന്നില്ല. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് അത്രയും അറിയാവും, അതുകൊണ്ട് അതിനെയും കൊണ്ട് നടക്കും. രാഹുകാലമായിട്ടൊന്നും ചെയ്തുകൂടാന്ന് പറയും. രാഹുകാലത്തിന് ഒരു കുഴപ്പം, രാഹുകാലമായിട്ട് വേണമെങ്കിൽ ഒരിടത്ത് ഇറങ്ങി പോകാതിരിക്കുക. യാത്രയ്ക്ക് നല്ലതല്ല എന്നുള്ളതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഗുളികോദയ സമയം നല്ലതല്ല. അതാണ് ഗുളിക ഉദയ സമയം നല്ലതല്ല എന്ന് പറയുന്നത്. ഗുളിക ഉദയ സമയമാണെങ്കിൽ എടുക്കരുത്. ഗുളികോദയ രാശിയും എടുക്കരുത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ശരി. നമസ്തേ സാർ. നമസ്തേ. താങ്ക് യു സാർ. താങ്ക് യു.